ആരെങ്കിലും അതിന്റെ ഇടയിൽ ഇത്രയധികം വിദഅത്തും ശഹവത്തുകളും ശുബഹത്തുകളും നിറഞ്ഞതിന്റെ ഇടയിൽ സലഫുകളുടെ അസറുകൾ പിൻപറ്റുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്ത് ജീവിച്ചാൽ അവന് മഹത്തായ പ്രതിഫലമാണുള്ളത് എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അഹ്ലുസുന്നയുടെ അവസ്ഥ ഇതുപോലുള്ള ശുബഹത്തുകളും ശഹവത്തുകളും ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ പിഴവുകൾ നടത്തുമ്പോൾ, ശഹവത്തിന്റെ ആളുകൾ ദുനിയാവ് കാണിച്ച് അത്ഭുതപ്പെടുത്തുമ്പോൾ ഈ രണ്ടു കൂട്ടത്തിലേക്കും അഹ്ലുസുന്നന്റെ ആളുകൾ പോയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ ദീനിന്റെ വിഷയത്തിൽ ശുബഹത്തിലാണെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിലുള്ള ശഹവത്തുകളാണെങ്കിലും മുൻഗാമികൾ ഏതൊരു നിലപാടിൽ നിന്നോ അതുപോലെ അവർ നിൽക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. സത്യവിശ്വാസികളെ, നാം ഇന്ന് വായിക്കുന്ന റിസാല അബുൽ ഫറജ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള കശ്ഫുൽ ഖുർബതി ഫി വസ്ഫി അഹ്ലിൽ ഖുർബ. കശ്ഫുൽ ഖുർബ, ഖുർബത്തി എന്ന് പറഞ്ഞാൽ ഞെരുക്കം എന്നാണ് അർത്ഥം. കശ്ഫ് എന്ന് പറഞ്ഞാൽ വെളിവാക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നത്. ഫി വസ്ഫി അഹ്ലിൽ ഖുർബ, ഖുർബത്തി എന്ന് പറഞ്ഞാൽ അപരിചിതത്വം. ആ ഖുർബത്തിന്റെ ആളുകളുടെ, അപരിചിതരായിട്ടുള്ള ആളുകളുടെ വിശേഷണങ്ങളെ തൊട്ടുണ്ടാകുന്ന ഞെരുക്കത്തെ വെളിവാക്കുക. അഥവാ അപരിചിതരായിട്ടുള്ള ആളുകൾ, ഖുർബത്തിന്റെ ആളുകൾ, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ റിസാല. അതിനെ കുറിച്ചിട്ടാണ് ഈ റിസാല. ഈ റിസാല ഒരു ഹദീസിനെ വിശദീകരിച്ചു കൊണ്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ്. ആ ഹദീസിന്റെ റിവായത്തുകളെയും അതുപോലെ ഹദീസിന്റെ ആശയത്തെയും വിശദീകരിക്കലാണ് ഈ റിസാലയിലുള്ളത്. ഹദീസിന്റെ ലഫ്ദ് ആദ്യം ഇബ്നു റജബ് റഹിമഹുല്ലാ ഹദീസുകൾ, വ്യത്യസ്ത റിവായത്തുകളിൽ വന്നിട്ടുള്ള ഹദീസിന്റെ ലഫ്ദുകളെ കൊടുക്കുന്നുണ്ട്. അതിന്റെ സനദിന്റെയും എല്ലാം ചർച്ചകളുണ്ട്, അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. خرج مسلم في صحيحه من حديث أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال. صحيح مسلم أبو هريرة رضي الله عنه درجة حديث النبي صلى الله عليه وسلم പറഞ്ഞു: بدأ الإسلام غريبا وسيعود غريبا كما بدأ فطوبى للغرباء. بدأ الإسلام غريبا, ഇസ്ലാം ആരംഭിച്ചത് ഗരീബായിട്ടാണ്, അപരിചിതമായിട്ടാണ്. വസയഊദു ഗരീബൻ, അത് അപരിചിതമാകുന്ന ഒരു കാലം വരാനുണ്ട്. അത് അപരിചിതമാകുന്ന ഒരു കാലം വരാനുണ്ട്. അപരിചിതം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ആളുകൾക്ക് ഒരു പരിചയമില്ലാത്ത എന്തോ ഒരു പുതുമയുള്ള അവസ്ഥ. വസയഊദു ഗരീബൻ കമാ ബദ, തുടങ്ങിയതുപോലെ തന്നെ. ഫതൂബ ലിൽ ഗുറബാ, ആ അപരിചിതരായിട്ടുള്ള ആളുകൾ, അപ്പോൾ അപരിചിതത്വമുള്ള ആളുകൾ, അവർക്ക് തൂബ, അവർക്ക് ആശംസ. തൂബ എന്നുള്ളത് സ്വർഗത്തിലെ ഒരു വൃക്ഷം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു സ്ഥലം എന്നെല്ലാം വന്നിട്ടുണ്ട്. ഒരു ആശംസ എന്നുള്ള അർത്ഥം നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇമാം അഹ്മദ്, ഇബ്നു മാജ എന്നിവർ ഉദ്ധരിക്കുന്ന ഹദീസ് മിൻ ഹദീസ് ഇബ്നു മസ്ഊദിൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതിൽ കുറച്ചുകൂടിയുണ്ട്. ഖീല യാ റസൂലല്ലാഹ്, അപ്പൊ ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, വമനിൽ ഖുറബാ, ആരാണ് ഖുറബാക്കൾ? ഖാല അന്നുസാഉ മിനൽ ഖബായിൽ, അവരുടെ കബീലകളിൽ നിന്ന്, അവരുടെ ഗോത്രങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നവരാണ്. അഥവാ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ദീനനുസരിക്കാത്ത അവരുടെ ഗോത്രങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നവരാണ് ഖുറബാക്കൾ. മറ്റൊരു റിവായത്തിൽ അബൂബക്കർ അൽ അജൂരി ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തിൽ ഖീല, ചോദിക്കപ്പെട്ടു, വമൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണവർ? ഖാല അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ നശിക്കുന്ന കാലത്തിൽ, ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ നന്നാകുന്നവരാണ്, ഇസ്ലാഹ് നേടുന്നവരാണ് അവർ.
മറ്റൊരു റിവായത്തിൽ ഖാല അല്ലദീന യഫിറൂന ബിദീനിഹിം മിനൽ ഫിതൻ, അവരുടെ ദീനും കൊണ്ട് ഫിത്നയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരാണ് ഖുറബാക്കൾ എന്ന് കാണാം. അതുപോലെ തിർമിദി അതുപോലെയുള്ളവർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നദ്ദീന ബദഅ ഗരീബൻ, ദീൻ എന്നുള്ളത് അപരിചിതമായിട്ടാണ് ആരംഭിച്ചത്. വസയർജിഉ ഗരീബൻ, അത് അപരിചിതമാകി മടങ്ങുകയും ചെയ്യും, വീണ്ടും അപരിചിതമാകും. ഫതൂബാ ലിൽ ഖുറബാ, ഖുറബാക്കൾക്ക് ആശംസ. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസ് മിൻ സുന്നതി, എന്റെ സുന്നത്തിൽ നിന്ന് ജനങ്ങൾ ഫസാദാക്കിയിട്ടുള്ള, കുഴപ്പത്തിലാക്കിയിട്ടുള്ള എന്റെ സുന്നത്തിനെ നന്നാക്കുന്നവരാണ് അവർ. ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. തബ്റാനി ഉദ്ധരിച്ചിട്ടുള്ള റിവായത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പറയുന്നുണ്ട്, ഖീല വമൻ ഹും യാ റസൂലല്ലാഹ്, റസൂലേ ആരാണ് അവർ? ഖാല അല്ലദീന യസ്ലുഹൂന ഹീന ഫസാദൻ നാസ്, ജനങ്ങൾ ഫസാദിലാകുമ്പോൾ ഇസ്ലാഹ് നേടുന്നവരാണ്. ഇമാം അഹ്മദിന്റെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ഫതൂബാ യൗമഇദിൻ ലിൽ ഖുറബാ ഇദാ ഫസദൻ നാസ്, അന്നേ ദിവസം ഖുറബാക്കൾക്ക് ആശംസ എന്ന് കാണാം. മറ്റൊരു റിവായത്തിൽ തൂബാ ലിൽ ഖുറബാ, ഖുറബാക്കൾക്ക് ആശംസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുൽനാ, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വമനിൽ ഖുറബാ, ആരാണ് ഖുറബാക്കൾ? അപരിചിതർ. നീ ഖുറബാക്കൾ എന്നുള്ള പദം മാത്രം ഉപയോഗിക്കുകയാണ്, അപരിചിതർ എന്നുള്ള ഒഴിവാക്കിയിട്ട് പറയാൻ കുറെ ബുദ്ധിമുട്ടുണ്ടോ? ഖുറബാക്കൾ എന്നുള്ള പദം പറയാം. ഖൗമുൻ ഖലീലുൻ ഫീ നാസിൻ സൂഇൻ കസീരിൻ, ആരാണ് ഖുറബാക്കൾ? കുറച്ച് ആളുകളാണ്, ജനങ്ങൾ അധിക പേരും നശിക്കുന്ന കാലത്തുണ്ടാവുന്ന കുറച്ചാളുകൾ. മയ്യഅസീഹിം അക്സറു മിമ്മൻ യുതീഉഹും, അവരെ അനുസരിക്കുന്നതിനേക്കാൾ അവരെ ധിക്കരിക്കുന്നവരായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ഖീല വമനിൽ ഖുറബാ, ആരാണ് ഖുറബാക്കൾ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൽ ഫറാറൂന ബിദീനിഹിം യബ്അസുഹുമുല്ലാഹു തആല മഅ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, അവരുടെ ദീന് കൊണ്ട് ഓടി രക്ഷപ്പെടുന്നവരാണ്. അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനോടൊപ്പം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഈ എല്ലാ റിവായത്തുകൾ, ഇതിൽ വന്നിട്ടുള്ള ഒരുപാട് റിവായത്തുകൾ നമ്മൾ കണ്ടു. ഇതെല്ലാം ഈ ഖുറബാക്കളുടെ ഹദീസിന്റെ റിവായത്തുകളാണ്. ഖുറബാക്കൾ എന്ന് പറയുന്ന, അപരിചിതർ എന്ന് പറയുന്ന ഹദീസിനെ, അല്ലെങ്കിൽ ആരാണ് അപരിചിതർ എന്ന് പരിചയപ്പെടുത്തുന്ന ഹദീസിന്റെ റിവായത്തുകളാണ്. ഇനി ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗുർബത്ത് എന്താണ്? എന്താണ് ഈ അപരിചിതത്വം എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് അതിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞാൽ? ആരാണ് ഖുറബാക്കൾ? എന്താണ് ഖുറബാക്കളുടെ വിശേഷണങ്ങൾ? അതാണ് ഈ റിസാലയിൽ ചർച്ച ചെയ്യുന്നത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്, ബദഅൽ ഇസ്ലാം ഗരീബൻ യുരീദു ബിഹി അന്ന الناس كانوا قبل مبعثه على ضلالة عامة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നതിന് മുമ്പ് ജനങ്ങളെല്ലാവരും വലിയ വലാലത്തിലായിരുന്നു. ദുനിയാവിൽ ജനങ്ങളെല്ലാവരും വലിയ വലാലത്തിലായിരുന്നു. ഒരു ഹദീസിൽ ഇയാദ് ബിൻ ഹിമാർ ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ നദറ ഇലാ അഹ്ലിൽ അർളി ഫമഖതഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഭൂമിയിലുള്ള ആളുകളിലേക്ക് നോക്കി. അല്ലാഹു തആലക്ക് അവരോട് കോപമുണ്ടായി, വളരെയധികം ദേഷ്യമുണ്ടായി. അറബഹും വഅജമഹും ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്, അറബികളോടും അറബികളല്ലാത്ത അജ്മീകളോടും വളരെ ചുരുക്കം നിറഞ്ഞ ചില അഹ്ലുൽ കിതാബുകാരൊഴികെ, ചുരുക്കം ചില അഹ്ലുൽ കിതാബുകൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിൽ അവരതിൽ നിന്നിരുന്നു. ബാക്കിയുള്ള അധിക ആളുകളും വലിയ വലാലത്തിൽ, ഷിർക്കിന്റെയും കുഫറിന്റെയും അതുപോലെ തന്നെ പലതരം തിന്മകളുടെയും വലാലത്തിലായിരുന്നു എന്ന് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്ന സമയത്ത് ലോകത്തിന്റെ അവസ്ഥയാണത്. എന്നിട്ട് പറയാണ്, ഫലമ്മാ ബുഇസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വദഅ ഇലൽ ഇസ്ലാം ലം യസ്തജിബ് ലഹു ഫി അവ്വലിൽ അംരി ഇല്ലൽ വാഹിദ ബഅദൽ വാഹിദ മിൻ കുല്ലി ഖബീല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായപ്പോൾ ആദ്യ സമയത്ത് ആരും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഓരോരുത്തരായിട്ട്, ഓരോ ഗോത്രത്തിൽ നിന്ന് ചില ആളുകൾ മാത്രമായിട്ട്. ആ ആളുകൾ തന്നെയും സ്വീകരിക്കുമ്പോൾ ഖായിഫൻ മിൻ അശീറതിഹി വ ഖബീലതിഹി, അവരുടെ കുടുംബത്തെയും അവരുടെ ഗോത്രത്തെയും കുറിച്ച് ആലോചിച്ച് അവരെന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയപ്പെട്ടിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. അവരെങ്ങനെയൊക്കെ നമ്മെ അകറ്റും എന്നുള്ള രീതിയിലൊക്കെ ഭയപ്പെട്ടിട്ടാണ്. അവർ മുസ്ലിമീങ്ങൾ ആദ്യകാലത്ത് ദുർബലരായിരുന്നു. അവർ എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തപ്പെട്ടിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരുടെ ദീന് കൊണ്ട് വ്യത്യസ്ത നാടുകളിലേക്ക് ഹിജ്റ പോയി.
ഹബിഷയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കുമെല്ലാം അവർ ഹിജ്റ പോയ ചരിത്രം നമുക്കറിയാം. അപ്പൊ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മങ്ങളും സ്വഭാവങ്ങളും ആളുകൾക്ക് ഒരു ഗുർബത്തായിരുന്നു, ഒരു അപരിചിത്വമായിരുന്നു. എന്താണ് ഈ തരത്തിലുള്ള ഒരു അവസ്ഥ, അതെന്താണെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അള്ളാഹുവിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ടവർ, അനുഭവിച്ചവരുണ്ട്, കൊല്ലപ്പെട്ടവരുണ്ട്. ആ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ആരായിരുന്നു? ഖുറബാക്കളാണ്. മറ്റുള്ള ജനങ്ങൾക്കിടയിൽ അപരിചിതരായിരുന്നു, മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. പിന്നീട് മദീനയിലേക്ക് ഹിജ്റ ചെയ്തതിനു ശേഷം ഇസ്ലാമിന് ശക്തി പ്രാപിച്ചു. ഇസ്ലാം ആളുകൾ പ്രകടിപ്പിച്ച് ഇസ്ലാമിന്റെ ഇസ്സത്തോടു കൂടി അവർ ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അല്ലാഹു തആല അവർക്ക് ദീൻ പൂർത്തീകരിച്ചു കൊടുത്തു. അറഫ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ഇദാ ദീനും നിഅമത്തും പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാം പൂർത്തീകരിച്ച അവസ്ഥയിലായി. വതുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അംറ അലാ ദാലിക. അങ്ങനെ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. വഅഹ്ലുൽ ഇസ്ലാമി അലാ ഗായതി മിനൽ ഇസ്തിഖാമതി ഫി ദീനിഹിം. ഇസ്ലാമിന്റെ ആളുകൾ, സഹാബാക്കൾ, അവർ വലിയ ഇസ്തിഖാമത്തിലായിരുന്നു, ദീനിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. വഹും മുതആലിദൂന വമുതനാസിറൂൻ. അവർ പരസ്പരം സഹായിക്കുന്നവരും പരസ്പരം നല്ല ബന്ധമുള്ളവരുമായിരുന്നു. വകാനു അലാ ദാലിക ഫീ സമനി അബീബക്കർ വഉമർ റളിയല്ലാഹു അൻഹുമാ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും മുസ്ലിമീങ്ങൾ അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ തുടക്കമാണ് ഇവിടെ പറയുന്നത്, ഇസ്ലാമിന്റെ ആരംഭമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ثم أعمل الشيطان مكائده على المسلمين. പിന്നീട് അതാ ശൈത്താൻ മുസ്ലിമീങ്ങളുടെ മേലെ പിശാചിന്റെ തന്ത്രം കൊണ്ടുവരാൻ തുടങ്ങി. വൽഖാ ബഅസഹും ബൈനഹും. അവരിടയിൽ പല കുഴപ്പങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. വഅഫ്ശാ ബൈനഹും ഫിത്നത ശുബ്ഹാതി വശഹവാത്ത്. മുസ്ലിമീങ്ങൾക്കിടയിൽ ശുബ്ഹത്തിന്റെയും ശഹവത്തിന്റെയും ഫിത്നകൾ അവരിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യന് നേരെ പിശാചിനുള്ള രണ്ട് ആയുധങ്ങളാണ് ശുബ്ഹത്തുകളും ശഹവത്തുകളും. ശുബ്ഹത്തുകളും ശഹവത്തുകളും. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ദീനിലുണ്ടാകുന്ന, അറിവിലുണ്ടാകുന്ന സംശയങ്ങൾ. ശഹവത്തുകൾ എന്ന് പറഞ്ഞാൽ അമലുകൾ കൊണ്ട് ചെയ്യുന്ന തിന്മകൾ. ഈ രണ്ട് ഫിത്നകൾ പിശാച് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. വലം തസൽ ഹാതാനിൽ ഫിത്നതാനി തതസായദാനി ശൈഅൻ ഫശൈഅൻ ഹത്താ ഇസ്തഹ്കമത് മകീദത ശൈത്താൻ വഅതഅഹു അക്സറുൽ ഖൽഖ്. അങ്ങനെ ഈ രണ്ട് ഫിത്നകൾ അവർക്കിടയിൽ വർദ്ധിക്കാൻ തുടങ്ങി, ധാരാളമായി വർദ്ധിക്കാൻ തുടങ്ങി. ആ വർദ്ധിച്ച് എത്രത്തോളം എത്തിയെന്ന് വെച്ചാൽ അധിക സൃഷ്ടികളും പിശാചിനെ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് വീണ്ടും എത്താൻ തുടങ്ങി. ഫമിൻഹും മൻ ദഖല ഫീ തആഅതിഹി ഫീ ഫിത്നത്തി ശുബ്ഹാത്ത്. അവരിലുണ്ട് ശുബ്ഹത്തിന്റെ വിഷയത്തിൽ പിശാചിനെ അനുസരിക്കുന്നവരുണ്ട്, അതിൽ പ്രവേശിച്ചവരുണ്ട്. വമിൻഹും മൻ ദഖല ഫീ ഫിത്നത്തി ശഹവാത്ത്. ശഹവത്തിന്റെ വിഷയത്തിൽ അകപ്പെട്ടവരുമുണ്ട്. എല്ലാ കാലത്തും ഉണ്ടാവും. ചില ആളുകൾക്ക് ശുബ്ഹത്തിന്റെ ഫിത്നയാകും ഉണ്ടാവുക, ചില ആളുകൾക്ക് ശഹവത്തിന്റെ ഫിത്നയാകും ഉണ്ടാവുക. വമിൻഹും മൻ ജമഅ ബൈനഹുമാ. ചില ആളുകൾ ഇത് രണ്ടിലും അകപ്പെട്ടിട്ടുണ്ടാവും, ശുബ്ഹത്തിലും അകപ്പെട്ടിട്ടുണ്ടാവും, ശഹവത്തിലും അകപ്പെട്ടിട്ടുണ്ടാവും. വകുല്ലു ദാലിക മിമ്മാ അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവുഖൂഇഹി. ആ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് അറിയിക്കുകയുണ്ടായിട്ടുണ്ട്, മുമ്പേ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ശുബ്ഹത്തിന്റെ വിഷയത്തിൽ, ശുബ്ഹത്തിന്റെ ഫിത്നതയുള്ള വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുള്ള റിവായത്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ ഉമ്മത്ത് 70 ചില്ലാനം. മുൻഗാമികൾ 70, 71, 72 എല്ലാം ഭിന്നിച്ചിട്ടുണ്ട്. 70 ചില്ലാനം, ചില റിവായത്തുകൾ എണ്ണം വ്യത്യാസം കാണാം, അത്രത്തോളം ഭിന്നിക്കുകയും അതിൽ ഒരു സമൂഹം മാത്രമാണ് എന്റെ ഉമ്മത്തിൽ, ഒരു ജനത മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ, അഥവാ ആദ്യ സമയം സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ റിവായത്ത്, അത് ശുബ്ഹത്തിന്റെ ഫിത്ന വർദ്ധിക്കുമെന്നുള്ള തെളിവാണ്. രണ്ടാമത്തേത് ഫിത്നത്തു ശഹ്വാത്ത്. ശഹ്വത്തിന്റെ ഫിത്നകൾ വർദ്ധിക്കുമെന്നുള്ളതിന് തെളിവായിട്ട് ഒരുപാട് ഹദീസുകൾ സഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ചോദിക്കുകയുണ്ടായി,
കൈഫ അൻതും ഇദാ ഫുതിഹത് അലൈക്കും ഖസാഇനു ഫാരിസ വറൂം. റോമിന്റെയും പേർഷ്യയുടെയും ഖജനാവുകളെല്ലാം നിങ്ങൾക്ക് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് അവസ്ഥയിലായിരിക്കും എന്ന് ചോദിച്ചു. അയ്യു ഖൗമിൻ അൻതും, നിങ്ങൾ എന്ത് അവസ്ഥയിലായിരിക്കും? ഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, നഖൂലു കമാ അമറനല്ലാഹ്, അല്ലാഹു ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ പറയുള്ളൂ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഔ ഗൈറ ദാലിക്, അതല്ലാത്തൊരവസ്ഥയിലായിരിക്കും. തതനാഫസൂന ثم തതഹാസദൂന ثم തതദാബറൂൻ, നിങ്ങൾ പരസ്പരം ആ ദുനിയാവിന് വേണ്ടി ഖജനാവിന് വേണ്ടി മത്സരിക്കും, പിന്നെ പരസ്പരം അസൂയ വെച്ച് പുലർത്തും, പിന്നെ പരസ്പരം തെറ്റിപ്പിരിയുന്ന അവസ്ഥയും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുനിയാവിന്റെ ശഹ്വത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമ്പത്തിനോടുള്ള ശഹ്വത്ത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുണ്ടാവുകയും നിങ്ങൾ പിന്നീട് പരസ്പരം ഇങ്ങനെ തെറ്റുന്ന അവസ്ഥയും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. സഹീഹുൽ ബുഖാരിയിൽ അംർ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി മൽ ഫഖർ അഖ്ശാ അലൈക്കും, ദാരിദ്ര്യമല്ല, അല്ലാഹു ആണ് ദാരിദ്ര്യമല്ല നിങ്ങൾ ഞാൻ ഭയപ്പെടുന്നത്, വലാകിൻ അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരുടെ മേലെ ദുനിയാവ് വിശാലമായതുപോലെ നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകുമോ എന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്നിട്ടോ ഫതനാഫസൂന കമാ തനാഫസൂഹാ, അവർ അതിന് മത്സരിച്ചതുപോലെ നിങ്ങൾ പരസ്പരം മത്സരിക്കുമെന്ന്. ഫതുഹ്ലികകും കമാ അഹ്ലകത്ഹും, അവരെ അത് നശിപ്പിച്ചതുപോലെ, അത് സമ്പത്തും ഇതെല്ലാം നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുമെന്ന്, നിങ്ങളും അത് മുഖേന നശിക്കുമെന്ന്, അതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുനിയാവിനോടുള്ള ശഹ്വത്ത് വർദ്ധിക്കുകയും സമ്പത്തിനോടുള്ള ശഹ്വത്ത് വർദ്ധിക്കുകയും അത് നാശത്തിലേക്ക് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേറെയും ഹദീസുകൾ നമുക്ക് കാണാം. എന്നിട്ട് പറയാണ്, വലമ്മാ ഫുതിഹത് കുനൂസ് കിസ്റാ അലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് കിസ്റയുടെ ഖജനാവുകൾ അധികാരം എവിടെ കിട്ടുന്നത്? റോമും പേർഷ്യ എല്ലാം കീഴടക്കുന്നത്. അപ്പൊ അവിടെ ഖജനാവുകൾ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ എത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ബക്കാ, കരയാൻ തുടങ്ങി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദാ ലം യുഫ്തഹ് അലാ ഖൗമിൻ ഖത്തു ഇല്ലാ ജഅല അല്ലാഹു ബഅസഹും ബൈനഹും, ഈ ഇതുപോലെ ഖജനാവ് സമ്പത്ത് ഒരു ജനതയുടെ മുമ്പിലും തുറന്നിട്ടില്ല പിന്നീട് അല്ലാഹു തആല അവരുടെ ഇടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. അഥവാ ഈ സമ്പത്ത് വർദ്ധിക്കുന്നത് വഴി ജനങ്ങൾക്കിടയിൽ പല കുഴപ്പങ്ങളാണ് പിന്നീട് ഉണ്ടാവുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫിത്നകളുടെ വേറെ ശാരീരികമായിട്ട് അവയവങ്ങൾ കൊണ്ട് ശഹവത്തുകളോട് തിന്മകളോടുള്ള താല്പര്യം പറയുന്ന ഒരു റിവായത്ത് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നുണ്ട്. അൻ അബീ ബർസ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല ഇന്നമാ അഖ്ശാ അലൈക്കുമുശ് ശഹവാതി അല്ലതി ഫീ ബുതൂനികും വഫുറൂജികും വമുദില്ലാത്തിൽ ഫിതൻ, ചില റിവായത്തിൽ വമുദില്ലാത്തുൽ ഹവാ, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു നിങ്ങളുടെ വയറുകളിലും നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തിന്റെയും ഫിത്നയെ ഞാൻ ഭയപ്പെടുന്നു, അതുപോലെ തന്നെ പിഴപ്പിച്ച് കളയുന്ന ഹവയെ ഇച്ഛയെ പിൻപറ്റുന്നതും ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ആരംഭത്തിൽ അപരിചിതമായി തുടങ്ങിയ ഇസ്ലാം പിന്നീട് ഇസ്ലാം ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വലുതാവുകയും ഇസ്തിഖാമത്തിലാവുകയും ചെയ്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനും ഖുലഫാഉർ റാഷിദീങ്ങളിൽ ആദ്യത്തെ 2 പേരുടെ കാലത്തിനു ശേഷം പിശാച് മുസ്ലിമീങ്ങൾക്കിടയിൽ ശുബ്ഹത്തുകളും ശഹവത്തുകളും വർദ്ധിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഫലമ്മാ ദഖല അക്സറു الناس في هاتين الفتنتين او احداهما اصبحوا متقاطعين متباغضين بعد ان كانوا اخوانا متحابين ومتواصلين. ജനങ്ങൾ ഈ 2 ഫിത്ന വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പരസ്പരം സ്നേഹത്തിലും അടുത്ത ബന്ധത്തിലും ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ അവർക്കിടയിൽ ശത്രുത തുടങ്ങി. അവർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും തുടരുന്ന അവസ്ഥയുണ്ടായി. ഫഇന്ന ഫിത്നതശ് ശഹവാത് അമത് ഗാലിബൽ ഖൽഖി ഫപതനു ബിദ്ദുനിയ വസഹറതിഹാ വസാറത് ഗായത ഖസ്ദിഹിം. ദുനിയാവിൽ ശഹവത്ത് വർദ്ധിക്കുക എന്നുള്ള ശഹവത്തിന്റെ ഫിത്ന വർദ്ധിക്കുക എന്നുള്ളത് അധിക ആളുകൾക്ക് മന്ദത ബാധിപ്പിച്ചു. ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് പിന്നാലെ അവര് പോയി.
അത് മാത്രം അവരെ ലക്ഷ്യമായി മാറി. ലഹാ യത്ലുബൂൻ, അത് മാത്രമാണ് അവർ തേടുന്നത്. വബിഹാ യർമൂൻ, അതുകൊണ്ട് മാത്രമാണ് അവർ തൃപ്തിപ്പെടുന്നത്. വലഹാ യഗ്ബബൂൻ, അവരതുകൊണ്ടാണ് അവർ കോപിക്കുന്നത്. വലഹാ യുവാലൂൻ, അതിനു വേണ്ടിയിട്ടാണ് അവർ ബന്ധം വെക്കുന്നത്. വഅലൈഹാ യുആദൂൻ, അതിന്റെ പേരിലാണ് അവർ ശത്രുത വെച്ച് പുലർത്തുന്നത്. അവർ മൊത്തം ദുനിയാവിന്റെ വസ്തുക്കളുടെയും പിന്നാലെ മാത്രമായി മാറി. فَتَقَطَّعُوا لِذَلِكَ أَرْحَامَهُمْ وَسَفَكُوا دِمَاءَهُمْ وَارْتَكَبُوا مَعَاصِيَ اللَّهِ بِسَبَبِ ذَلِكَ. അതിനു വേണ്ടിയിട്ട് അവർ രക്തം ചീന്തി, കുടുംബബന്ധം മുറിച്ചു, പാപങ്ങളിൽ മുഴുകി, ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട്, ദുനിയാവ് മാത്രം ലക്ഷ്യമായിട്ട്. പിന്നീട് മുസ്ലിമീങ്ങളിൽ സംഭവിച്ച അവസ്ഥയാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് പിന്നീടുണ്ടായ കാലഘട്ടത്തിൽ, സ്വഹാബാക്കളുടെയും പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ ഇത് വർദ്ധിക്കുന്ന ധാരാളം അവസ്ഥകൾ ഉണ്ടായി. വമ്മാ ഫിത്നത്തു ശുബ്ഹാത്ത്, അതുപോലെ തന്നെ ശുബ്ഹത്തിന്റെ ഫിത്നകൾ. വല്ലഹ്വാഇൽ മുദില്ല ഫബിസബബിഹാ തഫറഖ അഹ്ലുൽ ഖിബ്ല വസാറൂ ശീഅൻ വകഫറ ബഅദുഹും ബഅദാ. ഖിബ്ലയുടെ ആളുകൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായി, വ്യത്യസ്ത സംഘങ്ങളായി, ശത്രുക്കളായി മാറി. ശുബ്ഹത്തിന്റെ വിഷയത്തിൽ ദീനിന്റെ ഇൽമിൽ സംശയങ്ങൾ ഉണ്ടായി, അവർ സംഘങ്ങളായിട്ട് മാറി. അതിനു മുമ്പ് അവരുടെ കൽബ് ഒന്നായിരുന്നു. അവരൊറ്റ ആളുടെ കൽബ് പോലെ സ്നേഹബന്ധം ഉണ്ടായിരുന്നവരാണ്. പക്ഷേ ശുബ്ഹത്തുകൾ വന്ന് പരസ്പരം സംഘങ്ങളായി മാറി. അതിലൊരു കൂട്ടർ മാത്രമേ ജയിക്കുകയുള്ളൂ. ഫലം യൻജു മിൻ ഹാദിഹിൽ ഫിർഖ ഇല്ല ഫിർഖത്തുൽ വാഹിദ അന്നാജിയ, ഒരു കൂട്ടം മാത്രമേ അത് രക്ഷപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഒരു സംഘം ആളുകൾ അവരെപ്പോഴും ആയിക്കൊണ്ടേയിരിക്കും. വാഹിദീന അലൽ ഹഖ്, ഹക്കിലായിക്കൊണ്ട് അവരെപ്പോഴും ഹക്കിലായിരിക്കും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ് വഹും അലാ ദാലിക്. അവരെ നിന്ദിക്കുന്ന, അവർക്കെതിരാകുന്ന ആളുകൾ അവർക്കൊരു ദോഷവും ചെയ്യില്ല, അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ, അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാകുന്നത് വരെ. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഹും ഫീ ആഖിരി സമാനിൽ ഗുറബാ അൽ മദ്കൂറൂന ഫീ ഹാദിൽ അഹാദീസ്. ഈ കൂട്ടർ, ഈ ഹക്കിൽ നിലകൊള്ളുന്ന ആളുകൾ, ദുനിയാവിൽ ജനങ്ങളെല്ലാം ശുഭത്തിന്റെയും ഷഹവത്തിന്റെയും പിന്നാലെ പോകുമ്പോൾ ഈ ഹക്കിൽ ആരാണോ നിലകൊണ്ടു നിൽക്കുന്നത് അവരാണ് ഈ ഹദീസുകൾ സൂചിപ്പിച്ചിട്ടുള്ള ഉറബാക്കൾ. നേരത്തെ പറഞ്ഞ ഹദീസുകൾ, അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദന്നാസ്, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ് മിനസ് സുന്ന, അല്ലദീന യഫിറൂന ബിദീനിഹിം മിനൽ ഫിതൻ, അന്നുസാഉ മിനൽ ഖബായിൽ. നേരത്തെ പറഞ്ഞ ഹദീസുകൾ പറഞ്ഞ ആളുകൾ ഇക്കൂട്ടരാണ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്. ലിഅന്നഹും ഖല്ലു, അവർ വളരെ കുറച്ചാണ്, അവർ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഫലാ യൂജദു ഫീ കുല്ലി ഖബീലത്തിൻ മിൻഹും ഇല്ലൽ വാഹിദ് വൽ ഇസ്നാൻ, ഓരോ ഗോത്രത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആലോചിച്ചാൽ മതി, അഹ്ലുസുന്നയുടെ അഖീദയും മൻഹജും പിൻപറ്റുന്ന ആളുകൾ ഇന്ന് ലോകത്ത് എത്ര കുറവാണ്. വഖദ് ലാ യൂജദു ഫീ ബഅദിൽ ഖബായിൽ മിൻഹും അഹദുൻ കമാ കാന ദാഖിലൂന ലിൽ ഇസ്ലാം ഫിൽ അവ്വലിൽ അംരി കദാലിക വബിഹാദാ ഫസ്സറ അൽ അയിമ്മത്തു ഹാദൽ ഹദീസ്. ചിലപ്പോ ചില കൂട്ടത്തിൽ നിന്നും ആരും ഉണ്ടാവില്ല. ഇസ്ലാം ആദ്യകാലത്ത് ഉണ്ടായതുപോലെ, ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് ആളുകൾ വന്നതുപോലെ, അങ്ങനെയാണ് ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഖാല അൽ ഔസാഇ ഫീ ഖൗലിഹി, ഔസാഇ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ ബദഅൽ ഇസ്ലാം ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മാ ഇന്നഹു ما يذهب الإسلام ولكن يذهب أهل السنة حتى ما يبقى في البلد منهم إلا رجل واحد. ഇസ്ലാം അല്ല ഇല്ലാതെയാവുക, എന്നാൽ അഹ്ലുസ് സുന്നയാണ് ഇല്ലാതെയാവുക. യഥാർത്ഥ അഖീദയും മൻഹജും പിൻപറ്റുന്നവരാണ് ഇല്ലാതെയാവുക. ഒരു നാട്ടിൽ അഹ്ലുസുന്നയിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാകുന്ന അവസ്ഥയുണ്ടാകും. വലിഹാദൽ മഅനാ യൂജദു ഫീ കലാമി സലഫി കസീറൻ മദ്ഹു സുന്നതി വവസ്ഫുഹാ ബിൽ ഗുർബതി വവസ്ഫു അഹ്ലിഹാ ബിൽ ഖില്ല. അതുകൊണ്ടാണ് മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ ഖുറബാക്കളെ, അഹ്ലുസുന്നയുടെ ആളുകളെ ഖുറബാക്കൾ എന്ന് പറഞ്ഞത്, അവർ വളരെ കുറവായിരിക്കുമെന്ന് പറഞ്ഞത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒപ്പമുണ്ടായിരുന്ന തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യാ അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തിന്റെ ആളുകളെ, തറഫഖു, നിങ്ങൾ പരസ്പരം റിഫ്ഖ് കാണിക്കുക, ഫഇന്നകും മിൻ അഖല്ലിന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ കുറഞ്ഞ ആളുകളാണ്. അഹ്ലുസുന്നയുടെ ആളുകളോട് പറയാണ്, നിങ്ങൾ പരസ്പരം റിഫ്ഖ് കാണിക്കണം, നിങ്ങൾ വളരെ കുറഞ്ഞ ആളുകളാണെന്ന്. അതുപോലെ യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് പറയാൻ, ലൈസ ഷൈഉൻ അഗ്റബു മിനസ് സുന്നഹ അഗ്റബ മിനസ് സുന്ന വഅഗ്റബ മിൻഹാ മൻ യഅരിഫുഹാ. സുന്നത്തിനേക്കാൾ അപരിചിതമായിട്ടുള്ള ഗരീബായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല.
അതിൽ തന്നെ അതിനെ നന്നായി മനസ്സിലാക്കുന്ന, അത് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഏറ്റവും ഗുർബത്തുള്ളവർ. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ അസ്ബഹ മൻ ഇദാ അറഫ സുന്ന ഫഅറഫഹാ ഗരീബൻ വഅഗ്റബു മിൻഹു മൻ യുഅരിഫുഹാ. സുന്നത്ത് അറിയുന്നവരായിരിക്കും ഏറ്റവും വലിയ ഗുർബത്തുള്ളവർ, അത് പ്രകടിപ്പിക്കുന്നവരായിരിക്കും അതിൽ ഏറ്റവും ഗുർബത്തുള്ളവർ. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്തൗസൂ ബി അഹ്ലി സുന്ന ഫഇന്നഹും ഗുറബാ. അഹ്ലുസ് സുന്നയോട് പരസ്പരം നല്ല രീതിയിൽ നിൽക്കാനും അവരോട് ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയാണ് അവരാണ് ഗുറബാക്കൾ എന്ന്. മുൻഗാമികളെല്ലാം സുന്നത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ത്വരീഖത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി കാന അലൈഹാ ഹുവ വസ്ഹാബുഹു അസ്സാലിമതു മിനശ് ശുബ്ഹാതി വശഹ്വാത്ത്. എന്താണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും നിലകൊണ്ടിട്ടുള്ള മാർഗമാണ്. അത് ശുബ്ഹത്തുകളിൽ നിന്നും ശഹ്വത്തുകളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള മാർഗമാണ്. വലിഹാദാ കാന ഫുദൈൽ ഇബ്നു ഇയാദ് യഖൂൽ, അതുകൊണ്ടാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞിരുന്നത്, അഹ്ലുസ് സുന്ന മൻ അറഫ മാ യദ്ഖുലു ഫീ ബത്നിഹി മിനൽ ഹലാൽ. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയറിലേക്ക് കയറുന്നത് ഹലാലാണോ എന്ന് പ്രത്യേകം പരിശോധിക്കുന്നവരാണ്. ഹലാലാണോ എന്ന് പ്രത്യേകം പരിശോധിക്കുന്നവരാണ്. വദാലിക ലിഅന്ന അക്ലൽ ഹലാൽ മിൻ അഅ്ളമി ഖസാഇൽ സുന്ന അല്ലതി കാന അലൈഹി നബി വഅസ്ഹാബുഹു റളിയല്ലാഹു അൻഹും. ഹലാലായത് ഭക്ഷിക്കുക എന്നുള്ളത് സുന്നത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കളുടെ മാർഗത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർ അത് ഗൗരവത്തിൽ പരിഗണിച്ചിരുന്നു എന്ന് ഈ അസറിനെ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞ അസറിനെ വിശദീകരിച്ച് പറയുകയാണ്. എന്നിട്ട് പറയാണ്, ثم صار في عرف كثير من العلماء المتأخرين من أهل الحديث وغيرهم السنة عبارة عما سلم من الشبهات في الاعتقادات خاصة في مسائل الإيمان بالله وملائكته وكتبه ورسله واليوم الآخر. അതുകൊണ്ടാണ് മുൻഗാമികളെല്ലാം സുന്നത്ത് എന്നതിനെ ഒരു ശുബ്ഹത്തുകളും ബാധിക്കാത്ത ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വിശ്വാസം എന്ന് പറയാനുള്ള കാരണം. അത് ഈമാനിന്റെ ഉസൂലുകളിലും ഖദറിലുള്ള വിശ്വാസത്തിലും സഹാബാക്കളുടെ ഫദ്ൽ പറയുന്നിടത്തും എല്ലാം അതിനെ പ്രത്യേകം പറയാനുള്ള കാരണം അതാണ്. അതിന്റെ പേരിൽ ഉലമാക്കൾ ഈ സലീമായ അഖീദയുടെ പേരിൽ കിതാബുകൾ രേഖപ്പെടുത്തി. കുതുബുസ് സുന്ന എന്നതിന്റെ പേരിൽ, അഥവാ നാം ഇന്നലെ വായിച്ച ഉസൂലുസ് സുന്ന പോലെയുള്ള കിതാബുകൾ ആ മൻഹജിനെ പറ്റി മുൻഗാമികൾ എഴുതുകയുണ്ടായി. എന്നിട്ട് സുന്നത്തിന്റെ പ്രാധാന്യം, അതിനെ പിൻപറ്റുന്നത് വഴി ശുബ്ഹത്തിൽ നിന്നും ശഹ്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന രക്ഷ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഅമ്മ സുന്നത്തുൽ കാമിലതു ഫഹിയ ത്വരീഖുസ് സാലിമതു മിനശ് ശുബ്ഹാതി വശഹ്വാത്ത്. ശുബ്ഹത്തുകളിൽ നിന്നും ശഹ്വത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് പിൻപറ്റലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയും മാർഗം പിൻപറ്റലാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ ഈ വാക്കുകൾ പറഞ്ഞത്. മുൻഗാമികൾ അവരെ ഗുറബാക്കൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. അവർ വളരെ കുറവാണെങ്കിലും, അവർ ഏറ്റവും എണ്ണപ്പെട്ട എണ്ണത്തിലാണെങ്കിലും അവർ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകതയായിട്ട് ഉള്ളത്. വലിഹാദാ ജാഅ ഫിൽ അഹാദീസ്, അതുകൊണ്ടാണ് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ളത് മദ്ഹുൽ മുതമസ്സിക് ബിദീനിഹി ഫി ആഖിരി സമാൻ, അവസാന കാലത്ത് ദീനിനെ മുറുകെ പിടിക്കുന്നവനെ ഉപമിച്ചത് എന്തുകൊണ്ടാണ്? വഅന്നഹു കൽ ഖാബിലി അലൽ ജംർ, ഒരു തീക്കനലിനെ പിടിക്കുന്നത് പോലെയാണ്. വഅന്ന ലിൽ ആമിൽ മിൻഹും അജ്റ 50 മിമ്മൻ ഖബ്ലഹും, അവരുടെ മുമ്പുള്ളവരെ മുൻഗാമികളെക്കാൾ ആ കാലത്ത് കർമ്മം ചെയ്യുന്നവർക്ക് 50 മുൻഗാമികളിൽ 50 പേർ ചെയ്യുന്ന പ്രതിഫലമുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതായത് അവസാന കാലത്ത് ഈ ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെയധികം അപകടം നിറഞ്ഞ, ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമായി മാറും. ആ പിടിക്കുന്നവരാണ് ഖുറബാക്കൾ എന്ന് പറയുന്നത്. വഹാഉലായി അൽ ഖുറബ, അവരാണ് ഖുറബാക്കൾ. ഖിസ്മാൻ, രണ്ട് രീതിയിൽ. ഒന്ന്, അഹദുഹുമാ മയ്യുസ്ലിഹു നഫ്സഹു ഇൻദ ഫസാദിൻ നാസ്, സ്വന്തത്തെ നന്നാക്കുന്നവൻ. ജനങ്ങളെല്ലാം പഴച്ചുകൊണ്ടിരിക്കുമ്പോ, ശുബ്ഹത്തിലും ശഹവത്തിലും അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സ്വന്തത്തെ നന്നാക്കുന്നവൻ. വസാനി, രണ്ടാമത്തവൻ, മയ്യുസ്ലിഹു മാ അഫ്സദൻ നാസ് വഹുവ അലൽ ഖിസ്മൈനി വഹുവ അഫ്ദലുഹുമാ, അവൻ സ്വന്തത്തെ നന്നാക്കുകയും ചെയ്യും, ജനങ്ങള്
നശിപ്പിച്ചിട്ടുള്ള സുന്നത്തിനെയും മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യും. അതാണ് ഈ രണ്ടു കൂട്ടരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് എന്ന് പറയുകയാണ്. എന്നിട്ട് ഒരു റിവായത്ത് ഖറജ തബ്റാനി വഗൈരിഹി ബിസ്നാദിൻ ഫീഹി നദർ മിൻ ഹദീസ് അബൂ ഉമാമ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിചിന്തനം ചെയ്യേണ്ട ഹദീസ് എന്നുള്ള നിലയ്ക്ക് തന്നെ അതിന്റെ ഇൽമു മനസ്സിലാവാൻ വേണ്ടി ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇന്ന ലികുല്ലി ഷൈഇൻ ഇഖ്ബാലൻ വ ഇദ്ബാറൻ. ഓരോ കാര്യത്തിനും നമ്മൾ മുന്നിടുന്ന ഒരു അവസ്ഥയുണ്ടാവും, അതൊന്ന് പിൻവാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഒരു കാര്യത്തിലേക്ക് മുന്നിടുന്ന അവസ്ഥയുണ്ടാവും, പിൻവാങ്ങുന്ന അവസ്ഥയുണ്ടാവും. وإن من إقبال هذا الدين ما كنتم عليه من العمى والجهالة وما بعثني الله به. ഇതിന്റെ ദീനിന്റെ ഇഖ്ബാൽ, ദീനിലേക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ജഹാലത്തിലായിരുന്നതും അന്ധതയിലായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അള്ളാഹു എന്നെ നിയോഗിച്ചു. ഇന്ന മിൻ ഇഖ്ബാലി ഹാദ الدين أن تفقه القبيلة بأسرها حتى لا يوجد فيها إلا الفاسق والفاسقان فهما مقهوران ذليلان. ഒരു കബീല ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഗോത്രം. അവര് ദീന് പഠിക്കും, ദീന് മനസ്സിലാക്കും. അങ്ങനെ ആ കൂട്ടത്തിൽ തെമ്മാടികളായിട്ടുള്ള 1-2 ആളുകളെ ഉണ്ടാവുള്ളൂ. അവരാണെങ്കിലോ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നിന്ദ്യരായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അവര് സംസാരിച്ചാൽ അതിനൊരു വിലയും കൊടുക്കൂല. അതൊരു മോശപ്പെട്ട കാര്യമായിട്ടാവും ആ തെമ്മാടികളെ മനസ്സിലാക്കുക. ഈ ദീനിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന്റെ ഒരു കാര്യമാണ് أن تجفو القبيلة بأسرها حتى لا يرى فيها إلا الفقيه والفقيهان فهما مقهوران ذليلان. ഒരു കബീല അതിലെല്ലാവരും തെമ്മാടികളായി മാറിയ അവസ്ഥയിലായിരിക്കും. അതിലെ ഫഖീഹകളായിട്ട് 1-2 ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ഇൻ തകല്ലമ ഫഅമറ ബിൽ മഅറൂഫ് വനഹയ അനിൽ മുൻകർ ഖുമിഅ വൽതുഹിദ. അവർ നന്മ കൽപ്പിച്ചാലോ തിന്മ വിരോധിച്ചാലോ അതിനൊരു വലിയ ആളുകൾ കൊടുക്കൂല. فهما مقهوران ذليلان لا يجدان على ذلك عوانا ولا انصارا. അവരെ ഏറ്റവും വില കുറഞ്ഞവരായിട്ടാവും ആ സമൂഹം കാണുക. അവർക്ക് സഹായികളായിട്ട് ആരും ഉണ്ടാവില്ല. ആ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇസ്ലാമിന്റെ ആദ്യത്തെ അവസ്ഥയും പിന്നീടുള്ള അവസ്ഥയും പറഞ്ഞിട്ട് പറയാണ്, ആദ്യം ഒരു സമൂഹത്തില് എല്ലാവരും നല്ല ആളുകളായിരിക്കും, 1-2 തെമ്മാടികളെ ഉണ്ടാവുള്ളൂ. അവർക്കാണെങ്കിൽ ഒരു വില ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അവരിലേക്ക് ശുഭത്തും ഷഹ്വത്തും വർദ്ധിച്ച് അവരിലെ ആളുകളിൽ എല്ലാവരിലും ഇതിനോടാവും താല്പര്യം ഉണ്ടാവുക. ദീന് പഠിക്കുന്ന ആളുകൾ ചിലപ്പോൾ 1-2 ആളുകളായിട്ട് മാത്രം അതിൽ ചുരുങ്ങും. അവർക്കാണെങ്കിൽ ഒരു വിലയുമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക, ഒരു വിലയുമില്ലാത്ത അവസ്ഥ. ആ ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ തുബ്രാനി ഉദ്ധരിച്ച റിവായത്തിൽ ഇസ്നാദിൽ ചില വഅഫുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി കൊടുക്കുന്നു, ഇബ്നു മസ്ഊദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റാത്തുസ് സാഅ, അന്ത്യനാളിന്റെ ലക്ഷണം പറയുന്നിടത്ത് പറയാണ്, വഇന്ന മിൻ അശ്റാത്തിഹാ അൻ യകൂനൽ മുഅ്മിനു ഫിൽ ഖബീലതി അദല്ല മിനൻ നഖ്ദ്. ഒരു ആടിനേക്കാൾ, ഒരു ആട്ടിൻകുട്ടിയേക്കാൾ ഒരു മുഅ്മിൻ അവരുടെ സമൂഹത്തിൽ വില കുറഞ്ഞ അവസ്ഥയിലാകുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു റിവായത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഉബാദത്ത് ഇബ്നു സാമിറ്റ് ഒരിക്കൽ സഹാബികൾപ്പെട്ട ഒരാളോട് ചോദിച്ചു, പിന്നെ പറയുകയുണ്ടായി, യൂഷിക ഇൻ ത്വാലത് ബികൽ ഹയാതു അൻ തറ റജുല ഖദ് ഖറഅ അൽ ഖുർആൻ അലാ ലിസാനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫആദഹു വഅബ്ദഅഹു വഹല്ല അൽ ഹലാലഹു വഹറമ ഹറാമഹു. ഒരു കാലം വരാനുണ്ട്, അതിൽ ഒരാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടാവും, അവൻ നന്മ കൽപ്പിക്കും, ഹലാല് പറയും, ഹറാം വിരോധിക്കും ഒക്കെ ചെയ്യും. വനസല ഇൻദ മനാസിലി ലാ യഹൂറു ഫീകും ഇല്ലാ കമാ യഹൂറു റഅസൽ ഹിമാറിൽ മയ്യിത്ത്. അവൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകൾ അവനെ കാണുക ഒരു ചത്ത കഴുതയെ പോലെ ആയിരിക്കും. അത്ര വില മാത്രമേ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് കൽപ്പിക്കുന്നവനോട് ജനങ്ങൾ വില കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാലം വരാറുണ്ട് എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഅതി അലന്നാസി സമാൻ യകൂനുൽ മുഅ്മിനു ഫീഹി അദല്ല മിനൽ അമജ്. ഒരു അടിമ സ്ത്രീയേക്കാളും വില കുറഞ്ഞ നിന്ദ്യമായ അവസ്ഥയിൽ ഒരു മുഅ്മിനാകുന്ന കാലം വരാനുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് കാലത്ത് നമുക്കറിയാം, ഈമാന് കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും ജീവിക്കുന്ന ഒരാളെ പൊതുസമൂഹത്തിലെ ആളുകൾ കാണുന്ന അവസ്ഥ എന്താണ്? എത്രത്തോളം നിന്ദ്യനായിട്ടാണ് അവരെ കാണുന്നത് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ടാണ് ദില്ലത്ത് ഉണ്ടാവുന്നത്? ആ മുഅ്മിനിനുള്ള ഗുർബത്ത് കൊണ്ടാണ്. ശുബ്ഹത്തിനും ഷഹവത്തിനും അടിമപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ
അതിനിടയിൽ ഈ മുഅ്മിൻ വ്യത്യസ്തനായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഗുർബത്ത് അവിടെ ഉണ്ടാകുന്നത്. വലമ്മാ മാത ദാവൂദ് അത്താഇ ഖാല ഇബ്നു സമ്മാക്, സലഫുകളിൽപ്പെട്ട ദാവൂദ് അത്താഇ മരണപ്പെട്ടപ്പോൾ ഇബ്നു സമ്മാക് പറയുകയുണ്ടായി, ഇന്ന ദാവൂദ നവറ ബിഖൽബിഹി ഇലാ മാ ബൈന യദൈഹി. ദാവൂദ് അദ്ദേഹത്തിന് മുൻപിലുള്ള കാര്യങ്ങളെ നോക്കിയിരുന്നത് ഖൽബിന്റെ കണ്ണുകൊണ്ടായിരുന്നു. ഫഅശാ ബിഖൽബിഹി ബസറൽ ഉയൂൻ, കണ്ണിന്റെ കാഴ്ചയേക്കാൾ കൽബിന്റെ കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അതിനെ കണ്ണിന്റെ കാഴ്ചയെ കൽബിന്റെ കാഴ്ച മറയിടുമായിരുന്നു. ഫകഅന്നഹു ലം യൻദുർ ഇലാ മാ അൻതും ഇലൈഹി തൻദുറൂൻ, നിങ്ങൾ നോക്കുന്നതിലേക്കല്ല അദ്ദേഹം നോക്കിയിരുന്നത്. വകഅന്നകും ലാ തൻദുറൂന ഇലാ മാ ഇലൈഹി യൻദുർ, അദ്ദേഹം കണ്ടിരുന്നത് പോലെയല്ല നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത്. ഫഅൻതും മിൻഹു തഅജബൂൻ, നിങ്ങൾ അദ്ദേഹത്തിനെ കണ്ടാൽ അത്ഭുതപ്പെടും. വഹുവ മിൻകും യഅജബ്, അദ്ദേഹം നിങ്ങളെ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നു. ഇസ്തൗഹശ മിൻകും, നിങ്ങളിൽ നിന്ന് അദ്ദേഹം ഒറ്റക്കായിരിക്കുന്നു. ഇന്നഹു കാന ഹയ്യൻ വസത മൗതാ, അദ്ദേഹം മരിച്ച ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളെ പോലെ ആയിരുന്നു. അതായത് ഒരാളുടെ ഖുർബത്ത് പറയാൻ, അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹം ജീവിക്കുമ്പോ ചുറ്റുള്ള ആളുകൾ ഇതുപോലെ ദുനിയാവിന്റെ ശഹ്വത്തിലും ശുഭത്തിലും അകപ്പെട്ടപ്പോൾ അദ്ദേഹം കൽബിന്റെ ബസീറത്ത് കൊണ്ട് ജീവിച്ചിരുന്നു. അദ്ദേഹം കാണുന്നതല്ല ബാക്കിയുള്ള ആളുകൾ കാണുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത്ഭുതം തോന്നുന്നത്, അദ്ദേഹത്തിന് അത്ഭുതം തോന്നുന്ന അദ്ദേഹത്തിന്റെ ചുറ്റുള്ള ആളുകൾ കണ്ടിട്ട് അവരെന്താ ഈ അവസ്ഥയിൽ. അദ്ദേഹത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ മയ്യിത്തായിരിക്കുന്ന ഒരുപാട് മയ്യിത്തുകൾക്ക് നടുവിൽ ജീവനോടെ നിൽക്കുന്ന ഒരാളെ പോലെ ആയിരുന്നു. അതായത് സഹോദരങ്ങളെ, ദീനുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഖുർബത്തുണ്ട്, ദീനുകൊണ്ട് ഈമാന് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് സ്വന്തം കുടുംബത്തിന് പോലും മനസ്സിലായിക്കൊള്ളുന്നില്ല, സ്വന്തം കുടുംബക്കാർക്ക് പോലും അത് അപരിചിതമായിരിക്കും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം വളരെയധികം ഇൽമുള്ള സാഹിദായിട്ടുള്ള ആബിദായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, അറാഹനല്ലാഹു മിൻക, നിങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങൾക്ക് റാഹത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഖുർബത്ത് ഇവർക്ക് മനസ്സിലാവായിട്ട് അദ്ദേഹം അത് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം ആമീൻ എന്ന് പറയുകയുമുണ്ടായി. വഖദ് കാന അസ്സലഫ് قديما يصفون المؤمن بالغربة في زمانهم كما سبق مثله عن الحسن الأوزاعي وسفيان وغيرهم. മുൻഗാമികൾ അവരിൽ ഉണ്ടായിരുന്ന ആളുകളെ ഇതുപോലെയുള്ള അപരിചിതത്വം കണ്ടിട്ട് ഗുർബത്ത് കണ്ടിട്ട് അവരെ ആ രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ومن كلام أحمد بن عاصم الأنطاكي عاصم الأنطاكي അദ്ദേഹത്തെ പറ്റി പറയാണ്, وكان من كبار العارفين في زمان أبو سليمان الداراني. അബൂ സുലൈമാൻ ദാറാനിയുടെ കാലത്തുണ്ടായിരുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഇന്നി അദ്റക്തു മിനൽ അസ്മിനതി സമാനൻ, ഞാൻ ഒരു കാലം കണ്ടിട്ടുണ്ട്, ആദ ഫീഹിൽ ഇസ്ലാം ഗരീബൻ കമാ ബദഅ, ഇസ്ലാം ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് പോലെ അപരിചിതമായിട്ട് മടങ്ങിയ ഒരവസ്ഥയിൽ. വആദ വസ്ഫുൽ ഹഖ് ഫീഹി ഗരീബൻ കമാ ബദഅ, ഖുർബത്തിന്റെ ആളുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പോലെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലം. എന്നിട്ട് പറയാണ്, ഇൻ തർഗബ് ഫീഹി ഇലാ ആലിമിൻ വജദ്തഹു മഫ്തൂനൻ യുഹിബ്ബു ദുനിയ, ആ കാലത്ത് നീ ഒരു ആലിമിനെ കണ്ടാൽ അവൻ ഫിത്നയിൽ അകപ്പെട്ടവനായിട്ട് കാണും. എന്താണ് ഫിത്ന? ദുനിയാവിനോടുള്ള ഹുബ്ബ്. യുഹിബ്ബു തഅലീമ വറിയാസ, നേതൃത്വവും അതുപോലെ തന്നെ ഉന്നതമായ സ്ഥാനവും ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ. വഇൻ തർഗബ് ഫീഹി ഇലാ ആബിദിൻ, ഒരു ആബിദിനെയാണ് നീ നോക്കുന്നത് എങ്കിൽ വജദ്തഹു ജാഹിലൻ ഫീ ഇബാദതിഹി മഖ്ദൂഅൻ സരീഅൻ ഗദറഹു ഇബ്ലീസ്, ഇബ്ലീസ് വഞ്ചിതനായിട്ടുള്ള ഒരു അവസ്ഥയിലായിട്ട് അവനെ കാണുള്ളൂ. അവൻ ഇബാദത്തിന്റെ വിഷയങ്ങളിലെല്ലാം ജാഹിലായിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലായിരിക്കും. കാട്ടിലുള്ള മൃഗങ്ങളെ പോലെ അവസ്ഥയിലായിരിക്കും അവരെല്ലാം ഉണ്ടായിരിക്കുക എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ദീനിന്റെ ആളുകൾ മാറുന്ന മാറ്റാണ്. ദീന് കാലം മാറും തോറും ദീനിലെ ഉലമാക്കൾക്കും അതുപോലെ ഇബാദത്തിന്റെ ആളുകൾക്കും സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. എന്തായിരുന്നു ഇസ്ലാമിന്റെ ആരംഭത്തിൽ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നത്? അപ്പൊ ഇദ്ദേഹം പറയുന്നത് ആ മുൻഗാമികളുടെ കാലത്തിൽ ഉണ്ടായ അവസ്ഥയാണ്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി ചോദിക്കുകയാണ്, ഫഹാദാ വസ്ഫു അഹ്ലി സമാനിഹി, അന്നത്തെ കാലത്തെ ആളുകളുടെ കാര്യം പറയുന്നത്. ഫകൈഫ ബിമാ ഹദസ ബഅദഹു മിനൽ അദാഇമി വദ്ദവാഹി അല്ലതി ലം തഖ്തുർ ബിബാലിഹി വലം തദ്രി ഫീ ഖയാലിഹി, അദ്ദേഹം ചിന്തിക്ക പോലും ചെയ്യാത്ത അവസ്ഥയിൽ ഇന്നുള്ള ആളുകളെ കണ്ടാൽ എന്താണ് അദ്ദേഹം പറയുക ഇന്നുള്ള ആളുകളെ പറ്റിയിട്ട്? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് വീണു കൊടുക്കുകയാണ്, അൽ മുതമസ്സികു ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ലഹു അജ്റു ഷഹീദിൻ, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകൾ, ജനങ്ങൾ ഫസാദായിരിക്കുമ്പോൾ എന്റെ സുന്നത്തിനെ, എന്റെ മാർഗത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവന് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഒരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
وخرج أبو الشيخ الأصبهاني بإسناده عن حسن البصري حسن البصري رحمه الله പറഞ്ഞതായിട്ട് പറയാണ് لو أن رجلا من الصدر الأول بعث اليوم ما عرف من الإسلام شيئا إلا هذه الصلاة മുൻഗാമികളിൽപ്പെട്ട ആരെങ്കിലും ഒരാള് ഇന്ന് നിയോഗിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ കാലത്തുണ്ടായിരുന്ന നിസ്കാരമല്ലാതെ മറ്റൊന്നും നിങ്ങളിൽ അവർ കാണുകയില്ല. ثم قال എന്നിട്ട് പറയാണ് അമാ വല്ലാഹി ലഇൻ ആശ ഇലൽ മുൻകറാത്തി ഫറആ സാഹിബ ബിദ്അ യദ്ഉ ഇലാ ബിദ്അതിഹി ഔ സാഹിബ ദുനിയ യദ്ഉ ഇലാ ദുനിയ. ആ കാലം വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾ ഇപ്പോ വന്ന കാണാൻ പറ്റുന്നത് രണ്ടു കൂട്ടം ആളുകളായിരിക്കും. ഒന്ന് ബിദ്അത്തിന്റെ ആളുകൾ, ശുബ്ഹത്തിലകപ്പെട്ട ആളുകൾ, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവർ, അല്ലെങ്കിൽ ശഹവത്തിലകപ്പെട്ട ആളുകൾ, ദുനിയാവിലേക്ക് ക്ഷണിക്കുന്നവർ. ഫഅസമഹുല്ലാഹ് വഖൽബുഹു യഹിന്നു ഇലാ സലഫുസ് സാലിഹ് ഫയത്തബിഉ ആഥാറഹും വയസ്തന്ന ബിസുന്നതിഹിം വയത്തബിഉ സബീലഹും കാന ലഹു അജ്റു അദീം. ആരെങ്കിലും അതിന്റെ ഇടയിൽ ഇത്രയധികം ബിദ്അത്തും ശഹവത്തുകളും ശുബ്ഹത്തുകളും നിറഞ്ഞതിന്റെ ഇടയിൽ സലഫുകളുടെ അസറുകൾ പിൻപറ്റുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്ത് ജീവിച്ചാൽ അവന് മഹത്തായ പ്രതിഫലമാണുള്ളത് എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അഹ്ലുസുന്നയുടെ അവസ്ഥ ഇതുപോലുള്ള ശുബ്ഹത്തുകളും ശഹവത്തുകളും ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ പിഴവുകൾ നടത്തുമ്പോൾ ശഹവത്തിന്റെ ആളുകൾ ദുനിയാവ് കാണിച്ച് അത്ഭുതപ്പെടുത്തുമ്പോൾ ഈ രണ്ടു കൂട്ടത്തിലേക്കും അഹ്ലുസുന്നന്റെ ആളുകൾ പോയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ ദീനിന്റെ വിഷയത്തിൽ ശുബ്ഹത്തിലാണെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിലുള്ള ശഹവത്തുകളാണെങ്കിലും മുൻഗാമികൾ ഏതൊരു നിലപാടിൽ നിന്നോ അതുപോലെ അവർ നിൽക്കും. വലാ മഅഅഹ്ലിൽ ബിദ്അ ഫി അഹ്വാഇഹിം, അവർ ലം യഖുദു മഅഅഹ്ലിൽ അത്റാഫി ബി അത്റാഫിഹിം വലാ മഅഅഹ്ലിൽ ബിദ്അ ഫി അഹ്വാഇഹിം വസബറു അലാ സുന്നതിഹിം ഹത്താ അതു റബ്ബഹും. അവരെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അവർ സുന്നത്തിൽ ഉറച്ചു നിൽക്കും. ഇൻഷാ അല്ലാഹ് ഫകൂനു, നിങ്ങൾ അതുപോലെയാവുക, നിങ്ങളും അതുപോലെയാവുക. ثم قال എന്നിട്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ് والله لو ان رجلا ادرك هذه المنكرات يقول هذا هلم الي ويقول هذا هلم الي فيقول لا اريد الا سنه محمد يطلبها ويسال عنها ان هذا ليعرض له اجر عظيم فكذلك فكونوا ان شاء الله تعالى. ഒരു കാലം വരും ബിദ്അത്തിന്റെ ആളുകൾ അതിലേക്ക് വരാൻ പറഞ്ഞു വിളിക്കും, ശഹവത്തിന്റെ ആളുകൾ ദുനിയാവിലേക്ക് വരാൻ പറഞ്ഞു വിളിക്കും. അപ്പോൾ അഹ്ലുസുന്നയുടെ ആളുകൾ പറയും, ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും മാർഗത്തിൽ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് അവൻ പറയുന്ന ഒരു കാര്യം വരും. അങ്ങനെ പറഞ്ഞാൽ അവന് മഹത്തായ പ്രതിഫലമാണ് ഉണ്ടാവുക. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ് അന്നാസു സലാസത്തുൻ, ജനങ്ങൾ മൂന്ന് തരത്തിലാണ്. ആലിമുൻ റബ്ബാനിയുൻ, റബ്ബാനിയായിട്ടുള്ള ആലിം, വമുതഅല്ലിമുൻ അലാ സബീലി നജാത്ത്, വിജയത്തിന്റെ മാർഗ്ഗത്തിലുള്ള മുതഅല്ലിം, വഹമജുൻ ദിആഉ ഇത്തിബാഉ കുല്ല നായിഖൻ യമീലൂന മഅ കുല്ലി സായിഹിൻ, എല്ലാ വാക്കും കേട്ടു പോകുന്ന, എല്ലാ ശഹവത്തുകളിലേക്കും തിരിഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരാളും. അങ്ങനെയാണ് ആളുകൾ ഉണ്ടാവുക. എന്നിട്ട് അദ്ദേഹം ഇൽമിന്റെ ഫضലുകളും അങ്ങനെയുള്ള ആളുകൾക്ക് ഇൽമിന്റെ പ്രകാശം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇൽമിന്റെ ഫضലുകൾ പറയാം. ഇൽമ എന്ന് പറഞ്ഞാൽ ഖൽബിൽ ഒരുമിച്ച് കൂടേണ്ട കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്ന് കാലത്ത് അധിക ആളുകളും അവർ ഇൽമിന്റെ ആളുകളാകുന്നത് ഗൈറ മഅ്മൂനിൻ അലൈഹി മുസ്തഅമിലൻ ആലത الدين الدنيا ومستظهرا بنعم الله على عباده وبحججه على اوليائه او منقادا لحملة الحق لا بصيرة في احنائه. ഒരു ഉൾക്കാഴ്ചയുമില്ലാത്ത അന്ധമായിട്ട് ആളുകളെ പിൻപറ്റുന്നവർ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ അവർ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുന്നവർ. ഒരു ശുബ്ഹത്ത് വന്നാൽ തന്നെ അവരുടെ ഉള്ളിൽ അത് കയറും, പെട്ടെന്ന് അവരുടെ ഉള്ളിൽ കയറും. മറ്റൊരു കൂട്ടം ആളുകളുണ്ട് ഇൽമ നേടുന്നവർ. അവരെന്താണ് അവസ്ഥ? അവരുടെ ശഹവത്ത് മാത്രം പിൻപറ്റിക്കൊണ്ട് അതിനുവേണ്ടി പോകുന്ന ആളുകൾ. അവർ ഏതവസ്ഥയിലാണ്? മൃഗങ്ങളെ പോലെയുള്ള അവസ്ഥയിലാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും ഇൽമിന്റെ അവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അലി റളിയല്ലാഹു അൻഹു പറയാണ്, കദാലിക യമൂതുൽ ഇൽമു ബിമൗതി ഹാമിലൈ, ഇൽമ അങ്ങനെയാണ് മരിക്കുക. ഇൽമു നേടുന്ന ആളുകൾ മരിക്കുന്ന വഴി. അല്ലാഹുമ്മ ബല, അല്ലാഹുവാണ്. ലാ തഖ്ലുൽ അർളു മിൻ ഖായിമിൻ ലില്ലാഹി ബിഹുജ്ജത്തിൻ ഇമ്മാ ളാഹിറൻ മശ്ഹൂറൻ ഔ ഖായിഫൻ മഗ്മൂറൻ ലിഅല്ലാ തബ്തുല ഹുജ്ജത്തുല്ലാഹി വബയ്യിനാതു വകം ദാ വഅൈന ഉലൈക. ഒരിക്കലുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് തെളിവുകൾ അടിസ്ഥാനത്തിൽ ആളുകൾ ഉള്ള അവസ്ഥ എപ്പോഴും ഉണ്ടാവും.
അങ്ങനെ കുറച്ച് ആളുകൾ എപ്പോഴും ഉണ്ടാകും. വല്ലാഹി ലഅഖല്ലൂന അദദ വലഅളമൂന ഇൻദല്ലാഹി ഖദ്റ. അവരെണ്ണം കൊണ്ട് കുറച്ചായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമായിരിക്കും. അള്ളാഹു തആല അവരെ കാത്തു സൂക്ഷിക്കും. അവർ യഥാർത്ഥ ബസീറത്തുള്ളവരായിരിക്കും, യഥാർത്ഥ ഉൾക്കാഴ്ചയുള്ളവരായിരിക്കും. വസഹിബുദ് ദുനിയാ ബി അബ്ദാനിൻ അർവാഹുഹുമാ മുതഅല്ലഖത്തുൻ ബിൽ മഹല്ലിൽ അഅല. അവരുടെ ശരീരം ദുനിയാവിലായിരിക്കും, പക്ഷെ അവരുടെ റൂഹുകൾ അത് ഉന്നതമായ ആകാശത്തിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന അള്ളാഹുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്ന് പറയാം. ഖുർആനിന്റെ ആളുകളെ പറയാം. ഈ ഇബാറത്ത് കുറച്ച് ദൈർഘ്യമുണ്ട്, അത് കൊടുത്തിട്ട് ഇബ്നു റജബ് അൽ ഹംബലി പറയുകയാണ്, ഫഖസമ അമീറുൽ മുഅ്മിനീൻ ഹംലത്തുൽ ഇൽമി ഇലാ സലാസതി അഖ്സാം. അലി റളിയല്ലാഹു അൻഹു 3 തരത്തിലായിട്ട് ഇൽമിന്റെ ആളുകളെ വേർതിരിച്ചു. قسمهم أهل الشبهات وهم من لا بصيرة له من حملة العلم ينقده الشك في قلبه بأول عارض من شبهة. ഒന്നാമത്തെ ആളുകൾ അവർക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവില്ല, ഒരു ഇൽമ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു ശുബ്ഹത്ത് വന്നാൽ തന്നെ അവർ അതിൽ പെട്ടുപോകും. فتأخذه الشبهة فيقع في الحيرة والشكوك ويخرج من ذلك إلى البدع والضلالات. അവർ അങ്ങനെ ശുബ്ഹത്തിലും വലാലത്തിലുമായിട്ട് അവർ അകപ്പെട്ടുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ വിഭാഗം അഹ്ലുശ് ശഹ്വാത, ശഹ്വത്തിന്റെ ആളുകളാണ്. വഹദ്ദുഹു നഅ്വാൻ, അവർ 2 രീതിയിലാണ് ഉണ്ടാവുക. അഹദുഹുമാ മയത്ലുബുദ് ദുനിയാ ബിനഫ്സിൽ ഇൽം. അവർ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുനിയാവാണ്. ഇൽമ പഠിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുനിയാവ് നേടാനാണ്. ഫയജഅലുൽ ഇൽമു ആലത്തൻ ലികസ്ബിദ് ദുനിയ. ദുനിയാവ് നേടാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് അവർ ഇൽമിനെ മാറ്റും. വസാനി, രണ്ടാമത്തെ ആളുകൾ മൻ ഹമ്മുഹു ജംഉ ദുനിയ വഇക്തിനാസുഹാ വദ്ഖാറുഹാ. ദുനിയാവ് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. വകുല്ലു ഉലൈക ലൈസു മിൻ റആത്തി ദീൻ വഇന്നമാ ഹും കൽ അൻആം. അവരൊരിക്കലും ദീനിന്റെ ആളുകളല്ല, അവർ മൃഗങ്ങളെ പോലെയാണ്. വലിഹാദാ ശബ്ബഹ അല്ലാഹു തആല മൻ ഹമ്മില തൗറാത്ത് ثم ലം യഹ്മിൽഹാ ബിൽഹിമാരി അല്ലദീ യഹ്മിലു അസ്ഫാറ. അതുകൊണ്ടാണ് തൗറാത്തിന്റെ ആളുകളെ ഒന്നും ഗുണം ചെയ്യാത്ത കഴുതകളെ പോലെ അല്ലാഹു പറഞ്ഞത്. അതുപോലെ തന്നെ വശബ്ബഹ ആലിമ സൂഇ അല്ലദീ ഇൻസലഖ മിൻ ആയാത്തില്ലാഹ് വഖലദ ഇലൽ അർളി വത്തബഅ ഹവാ ബിൽ കൽബ്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഒരു ആലിം, അവന് ഇൽമ ഉണ്ടായിട്ട് വീണ്ടും ദുനിയാവിലേക്ക് മടങ്ങിയ ആലിം അവൻ പട്ടിയെ പോലെയാണെന്ന് പറയാൻ കാരണം അതാണ്. വൽ കൽബു വൽ ഹിമാറു അഖസ്സുൽ അൻആം വഅദല്ലു സബീല. നായയും കഴുതയും എന്നുള്ളത് ഏറ്റവും പിഴച്ച മൃഗങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ 2 വിഭാഗം. ഒന്ന്, ഒരു ബസീറത്തില്ലാതെ ഇൽമ നേടുന്നവർ, ശുബ്ഹത്ത് വന്നാൽ അതിലകപ്പെടുന്നവർ. 2, ഇൽമ കൊണ്ട് ദുനിയാവ് മാത്രം ആഗ്രഹിച്ച പഴച്ച ശഹ്വത്തിന്റെ ആളുകൾ. മൂന്നാമത്തെ ആളുകൾ ഖിസ്മു സാലിസ് من من حملة العلم هم أهله وحملته ورعاته والقائمون بحجج الله وبيناته. അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീനിനെ കൊണ്ട് നടക്കുന്നവർ. വദക്കറ അന്നഹും ലഖല്ലൂന അദദ, അവർ എണ്ണം കൊണ്ട് കുറവായിരിക്കും. അല്ലഅദമൂന ഇൻദല്ലാഹി ഖദ്റ, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കും ആ ആളുകൾ ഉണ്ടാവുക അവരുടെ ഖുർബത്ത് കാരണത്താൽ. അപ്പൊ ഇങ്ങനെയാണ് ദീനിന്റെ ആളുകൾ ഉണ്ടാവുക, ഇൽമിന്റെ ആളുകൾ ഉണ്ടാവുക. ഈ 3 തരത്തിൽ വ്യത്യസ്തരായിട്ടുണ്ടാകും. ഇതുപോലെ തന്നെ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് ഖുർആനിന്റെ ആളുകളെ ഖുർആൻ പഠിക്കുന്ന ഖുർആനിന്റെ ആളുകളായിട്ടുള്ള ആളുകളെ 3 വിഭാഗമായി വേർതിരിക്കുന്നുണ്ട്. ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് പറയാണ്, ഖുർആഉൽ ഖുർആനു സലാസതു അസ്നാഫിൻ. ഖുർആനിന്റെ ആളുകൾ 3 ഇനക്കാരാണ്. ഒന്നാമത്തെ ആളുകൾ ഖുർആനിനെ എടുക്കുന്നത് അവർക്ക് വരുമാനം ഉണ്ടാക്കാനാണ്, അവരൊരു കച്ചവടമായിട്ടാണ്, അവർക്ക് പണം ഉണ്ടാക്കാനാണ്, അങ്ങനെയുള്ള ആളുകൾ. രണ്ടാമത്തെ ആളുകൾ അവർ അതിന്റെ ഹർഫുകൾ പാരായണം ചെയ്യും, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിന്റെ ഹദ്ദുകൾ ജീവിതത്തിൽ പകർത്തൂല, നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തൂല, അതിനെ പാഴാക്കി കളയും. അതാണ് ധാരാളം ആളുകൾ ഖുർആൻ ധാരാളം ഓതും. ഇപ്പൊ പലിശയെ പറ്റിയുള്ള ആയത്ത് ഓതും, ഒരു പലിശ എടുക്കുന്നുണ്ടാവും, വേറെ എല്ലാ ആയത്തുകൾ ഓതും, പക്ഷെ അത് ജീവിതത്തിൽ അവർ ചെയ്യുന്ന ആളുകളായിരിക്കും. മൂന്നാമത്തെ ആളുകൾ വവർബുൻ അമദു ഇലാ ദവാഇൽ ഖുർആൻ ഫവളഊഹു അലാ ദാഇ ഖുലൂബിഹിം. അവർ ഖുർആനിനെ എടുക്കുന്നത് അവരുടെ ഖൽബിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ശിഫ ആയിട്ടായിരിക്കും. അവർ അത് പാരായണം ചെയ്യുന്നത് വഴി അവർക്ക് അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിക്കും, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് വർദ്ധിക്കും, അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവസ്ഥയുണ്ടാവും. എന്നിട്ട് പറയാണ് അവര് കാരണത്താലാണ്, അങ്ങനെയുള്ള ആളുകൾ കാരണത്താലാണ് അള്ളാഹു ഇവിടെ മഴയിറക്കുന്നത്. ശത്രുക്കൾക്ക് നേരെ സഹായം കിട്ടുന്നത് അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ഖുർആനിന്റെ ആളുകളിൽ ഇങ്ങനെയുള്ള ആളുകൾ വളരെ വിരളമാണ്,
വളരെ വിരളമായിട്ട് മാത്രമേ അവരെ കിട്ടുകയുള്ളൂ എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാ പറയുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ദീനിന്റെ ആളുകൾ ഉണ്ടാവുക. ദീനിന്റെ ഇൽമുള്ള ആളുകൾ ഈ 3 തരത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകും. അവർ ഇൽമിൽ ഒരു ബസീറത്തുമില്ലാത്ത ആളുകൾ ഉണ്ടാകും. പക്ഷേ അതുപോലെ തന്നെ ദുനിയാവ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും, യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടാവും. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ووصف أمير المؤمنين هذا القسم من حملة العلم بصفات منها أنه هجم بهم العلم على حقيقة البصيرة. ഇവരെ ഇങ്ങനെ പറയാനുള്ള കാരണം അവർ യഥാർത്ഥ ഉൾക്കാഴ്ചയോട് കൂടി ദീനിനെ നേടി എന്നുള്ളതാണ്. ومعنى ذلك أن العلم دلهم على المقصود الأعظم وهو معرفة الله وخافوه وأحبوه حتى سهل ذلك عليهم كما ما تعسر على غيرهم. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽമു കൊണ്ട് എന്താണോ ലക്ഷ്യം, ആ യഥാർത്ഥ ലക്ഷ്യം അവർ നേടി എന്നുള്ളതാണ്. എന്താണ് ലക്ഷ്യം? എന്താണ് ഇൽമു കൊണ്ടുള്ള ലക്ഷ്യം? മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്, അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവലാണ്. അത് അവർ നേടുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് فلم يصل إلى ما وصلوا إليه ممن وقف مع الدنيا وزينتها وزهرتها واغتر بهما ولم يباشر قلبه معرفة الله وعظمته وإجلاله. ദുനിയാവിന്റെ സീനത്തിലുമെല്ലാം മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അത് കണ്ടെത്താൻ സാധിക്കുകയില്ല. അവർ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ മഅരിഫത്ത് മനസ്സിലാക്കി അത് അനുഭവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ശഹ്വത്തിന്റെ ആളുകൾ, ദുനിയാവിന്റെ ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ പറയാണ്, ഫൈനൽ മുത്റഫ അൽ വാഖിയ മഅ ശഹ്വാത് അദ്ദുനിയ വലദാതിഹാ യസ്ബു അലൈഹി തർകു ലദാതിഹാ വശഹ്വാതിഹാ ലിഅന്നഹു ലാ ഇവള ഇൻദഹു മിൻ ലദാതി ദുനിയ ഇദാ തറകഹാ. ദുനിയാവിന്റെ ആളുകളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ആസ്വാദനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന എവിടുന്നാണ്? ദുനിയാവിന്റെ വസ്തുക്കളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഒഴിവാക്കാൻ ആലോചിക്കാൻ കൂടി പറ്റൂല. കാരണം അതിന് പകരമായിട്ട് അവർക്കൊന്നുമില്ല. ഇപ്പൊ ദുനിയാവിന്റെ ഒരു കാഫിറിന്റെ എടുക്കുക, ആ കാഫിർ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ ആ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ അല്ലെങ്കിൽ ദുനിയാവിന്റെ മുഴുകുന്ന ഏതൊരാളും ദുനിയാവിന്റെ കാര്യത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ അത് അവനോട് ഒഴിവാക്കാൻ പറഞ്ഞാൽ അവന് പകരമായിട്ട് ആസ്വാദനം കിട്ടുന്ന വേറൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവനത് ഒഴിവാക്കില്ല, അവനത് ഒഴിവാക്കാൻ സാധിക്കുകയുമില്ല. പക്ഷെ ഫഹഉലായി, ഇക്കൂട്ടർ ഇൽമിന്റെ ഹഖീഖത്ത് ബസീറത്ത് ലഭിച്ചവർ, ഫീ ഖുലൂബിഹിം അൽ ഇവദ് അൽ അക്ബർ ബിമാ വസലു ഇലൈഹി മിൻ ലദ്ദതി മഅരിഫത്തില്ലാഹി വ മുഹബ്ബതിഹി വ ഇജ്ലാലിഹി. അവരുടെ ഖൽബിൽ എന്തുണ്ട്? അവർക്ക് ഈ ദുനിയാവ് പോയാലും ദുനിയാവിന്റെ എന്ത് കാര്യം ഒഴിവായാലും അതിനേക്കാൾ വലിയ ആസ്വാദനം നൽകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും അള്ളാഹുവിനോടുള്ള ഹുബ്ബും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതുമുണ്ട്. കമാ കാന അൽ ഹസൻ യഖൂൽ, ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇന്ന അഹിബ്ബ അല്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ, ഹുമുല്ലദീന വറസു ത്വയ്യിബൽ ഹയാത്ത്, അവർക്കാണ് ഏറ്റവും നല്ല ത്വയ്യിബായ ജീവിതം ലഭിക്കുന്നത്. വദാഖു നഈമഹാ ബിമാ വസലു, അവരതിൽ എത്തിച്ചേർന്നത് കൊണ്ട്, വസലു ഇലൈഹി, അവരതിന്റെ അനുഗ്രഹത്തിന്റെ ആസ്വാദനം അനുഭവിക്കുന്നു. മിൻ മുനാജാതി ഹബീബിഹിം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിൽ. വബിമാ വജദു മിൻ ലദ്ദതി ഹുബ്ബിഹി ഫീ ഖുലൂബിഹിം, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ആസ്വാദനം അവരുടെ ഖൽബിൽ അവർ കണ്ടെത്തിയതുകൊണ്ട്. അതാണ് ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത്. ദുനിയാവിന്റെ വസ്തുക്കൾ എല്ലാം ഉള്ള ഒരാൾ എടുക്കുക, ദുനിയാവിന്റെ വസ്തുക്കൾ എല്ലാം ഉണ്ട്, ഉന്നതമായ കെട്ടിടമുണ്ട്, വാഹനമുണ്ട്, സൗന്ദര്യമുള്ള ഭാര്യമാരുണ്ട്, നല്ല മക്കളുണ്ട്, എല്ലാം ഉണ്ട് വിചാരിക്കാം. എന്നാൽ ഒരു സാധുവായിട്ടുള്ള ഒരാൾ, പക്ഷെ അവൻ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ഉണ്ടെങ്കിൽ ഇവനും അവനും അനുഭവിക്കുന്ന ജീവിതത്തിന്റെ ആസ്വാദനം ആകാശഭൂമികളെക്കാൾ അകലെയാണ്, ആകാശഭൂമികളെക്കാൾ വ്യത്യസ്തമുണ്ടാവും. അവൻ ഞെരുക്കത്തിലായിരിക്കും, ഇവൻ അനുഭവിക്കുന്നത് അതിനേക്കാൾ വലിയ ആസ്വാദനത്തിലായിരിക്കും. എന്നിട്ട് പറയാണ്, അതുകൊണ്ടാണ് ഇക്കൂട്ടർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവർ ദുനിയാവിനെ ഒഴിവാക്കാനും ദുനിയാവിന്റെ ശഹ്വത്തുകൾ ഒഴിവാക്കാനും അള്ളാഹുമായിട്ട് ഒറ്റയ്ക്ക് അവരുടെ ഖൽബിനെ ബന്ധിപ്പിക്കാനും അവർക്ക് സാധിക്കുന്നത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഇന്നമാ അനിസ ഹഉലാഹി ബിമസ്തൗഹശ മിൻഹുൽ ജാഹിലൂന ലിഅന്നൽ ജാഹിലീന ബില്ലാഹി യസ്തൗഹിശൂന മിൻ തർക്കി ദുനിയ വശഹ്വാതിഹാ ലിഅന്നഹും ലാ യഅരിഫൂന സിവാഹാ. ജുഹാലുകൾ, ജഹാലത്തിന്റെ ആളുകൾ, അവർ ദുനിയാവിന്റെ വിഷയങ്ങളെയാണ് മുഴുകുക, അതുമായിട്ടാണ് മുഴുകുക, അവർക്ക് അതല്ലാതെ ഒന്നും അറിയില്ല. ഫഹിയ ഉൻസുഹും വഹൗലാഇ യസ്തൗഹിശൂന മിൻ ദാലിക വയസ്തഅനിസൂന ബില്ലാഹ്. എന്നാൽ ഇക്കൂട്ടർ ഇൽമിന്റെ ഹഖീഖത്ത് ലഭിച്ചവർ, അള്ളാഹുവിന്റെ മഅരിഫത്ത് ലഭിച്ചവർ, അവർ ഒറ്റക്കാവുന്നത് അള്ളാഹുവിനോടാണ്. വബിദിക്രിഹി, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. വമഅരിഫതിഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ്. വമുഹബ്ബതിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. വതിലാവതി കിതാബിഹി, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം
പാരായണം ചെയ്യുന്നത് കൊണ്ടാണ്. വൽജാഹിലൂന ബില്ലാഹ് യസ്തവഹിഷൂന മിൻ ദാലിക് വലാ യജിദൂന അൽഉൻസ ബിഹി. ജാഹിലിങ്ങൾക്ക് അത് കിട്ടൂല. ജാഹിലുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്തവന് അള്ളാഹുമായിട്ടുള്ള ഈ അടുത്ത ഒറ്റക്കുള്ള ബന്ധം ലഭിക്കുകയില്ല. വമിൻ സിഫാതിഹിം അല്ലതി വസഫഹും ബിഹാ അമീറുൽ മുഅ്മിനീൻ അലി അന്നഹും സുഹിബു വദ്ദുനിയ ബിഅബ്ദാനിൻ വഅർവാഹുഹാ മുഅല്ലഖത്തുൻ ബിന്നദറിൽ അലാ. അതാണ് അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവരുടെ ശരീരം ദുനിയാവിലായിരിക്കും, അവരുടെ ശരീരം ദുനിയാവിലായിരിക്കും, പക്ഷെ അവരുടെ ഖൽബ്, അവരുടെ റൂഹ് അത് ഉന്നതമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടതായിരിക്കും. വഹാദാ ഇശാറത്തുൻ ഇലാ അന്നഹും ലം യത്തഖിദൂഹാ വതനൻ വലാ റദൂ ബിഹാ ഇഖാമതൻ വലാ മസ്കനൻ ഇന്നമാ ഇത്തഖദൂഹാ മമറൻ വലം യജ്അലൂഹാ മഖറ. അതാണ് ഇങ്ങനെയുള്ള ആളുകൾ ദുനിയാവിനെ അവർ കണ്ടെത്തുന്നത് അവരുടെ സ്വന്തം നാടായിട്ടല്ല, സ്ഥിരം താമസിക്കാനുള്ള സ്ഥലമായിട്ടല്ല, അവർക്കൊരു വീടായിട്ടല്ല. അവർ കണ്ടെത്തുന്നത് മമറൻ, നടന്നു പോകാനുള്ള ഒരു സ്ഥലമായിട്ടാണ്. ഒരിക്കലും അവരുടെ സ്ഥിരതാമസത്തിനായിട്ടുള്ള സ്ഥലമല്ല. എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ റസൂലുകളും ഉപദേശിച്ചതാണ് ദുനിയാവിനെ നിങ്ങൾ എങ്ങനെ കാണണം. വഖദ് അഖ്ബറല്ലാഹു തആല ഫീ കിതാബിഹി അൻ മുഅ്മിൻ ആലി ഫിർഔൻ അന്നഹു ഖാല ലിഖൗമിഹി ഫീ വഅദിഹി. ഫിർഔനിന്റെ കുടുംബത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തി, ആ വ്യക്തി വന്ന് പറഞ്ഞ വാക്കിൽ അല്ലാഹു തആല അറിയിച്ചു, യാ ഖൗം, ഏ സമൂഹമേ, ഇന്നമാ ഹാദിഹി അൽ ഹയാത്തുദ് ദുനിയ മതാ. തീർച്ചയായിട്ടും ദുനിയാവിന്റെ ജീവിതം എന്നത് വിഭവം മാത്രമാണ്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. പരലോകത്തെ ജീവിതമാണ് സ്ഥിരമായിട്ടുള്ളത്, പരലോക ഭവനമാണ് സ്ഥിരമായിട്ടുള്ളത്. അതുപോലെ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ ഫകഅന്നക ബിദ്ദുനിയ വലം തകുൻ വബിൽ ആഖിറതി വലം തസൽ. നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെ ആയിരിക്കണം, ദുനിയാവിൽ നീ ഇല്ലാത്തവനെ പോലെ. ദുനിയാവ് നിലനിൽക്കാത്ത ഉള്ള ആ ഒരു കാര്യമായിട്ട് പരിഗണിക്കുക. പരലോകമാണ് എന്നും നിലനിൽക്കുന്ന എന്ന രീതിയിലും പരിഗണിക്കുക. അതുപോലെ മറ്റൊരു റിവായത്തിൽ അഹ്ലുൽ ഖുബൂറിന്റെ ഖബറാളികളോടൊപ്പം നിന്റെ നഫ്സിനെ നീ ഒരുക്കുക, അതിനുവേണ്ടി നിന്റെ നഫ്സിനെ ഒരുക്കുക. അതായത് ദുനിയാവിലെ ജീവിതം സ്ഥിരമായിട്ടുള്ളതല്ല എന്നത് അവർക്കുള്ളിൽ ഉറച്ചിട്ടുണ്ടാകും. വമിൻ വസായ അൽ മസീഹ് അൽ മർവിയതു അൻഹു അലൈഹിസ്സലാം അന്നഹു ഖാല ലി അസ്ഹാബിഹി. ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റിവായത്തിൽ കാണാം, ഒരു ദിവസം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉഅ്ബുറൂഹാ വലാ തഅ്മുറൂഹാ. ദുനിയാവ് നിങ്ങളൊരു പാലം പോലെ കടന്നു പോകണം, നിങ്ങൾ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളാവരുത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിസ്സലാം അതുപോലെ തന്നെ മറ്റൊരു ഖൗലിൽ കാണാം, മനില്ലദീ യബ്നി അലാ മൗജിൽ ബഹ്രി ദാറൻ തിൽക ദുനിയ ഫലാ തത്തഖുദൂഹാ ഖറാറ. ആരെങ്കിലും കടലിന്റെ നടുവിൽ തിരമാലകളിൽ പോയിട്ട് വീടുണ്ടാക്കുമോ? ഇല്ല. അതുപോലെയാണ് ദുനിയാവ്. ദുനിയാവ് ഒരിക്കലും നിങ്ങൾ സ്ഥിര താമസമുള്ള സ്ഥലമായിട്ട് നിങ്ങളുടെ കൽബിൽ നിങ്ങൾ എടുക്കരുത്, അത് നീങ്ങിപ്പോവാനുള്ളതാണ്. എന്നിട്ട് പറയാണ്, ഫൽ മുഅ്മിനു ഫിദ് ദുനിയ. ദുനിയാവിൽ ഒരു മുഅ്മിനിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൽ ഗരീബിൽ മുജ്താസ് ബി ബലദതി ഗൈരി മുസ്തൗതിനിൻ ഫീഹാ. തന്റെ സ്ഥിരതാമസമുള്ള നാടല്ലാതെ മറ്റൊരു സ്ഥലത്തൂടെ പോകുമ്പോ എങ്ങനെയാണോ അതുപോലെയായിരിക്കും. ഫഹുവ യസ്താഖു ഇലാ ബലദിഹി വഹമ്മുഹു അർജൂ ഇലൈഹി വതസവ്വുദു ബിമാ യൂസലുഹു ഫീ തരീഖിഹി ഇലാ വത്നിഹി. അവന്റെ കൽബിൽ എപ്പോഴും ചിന്ത ഉണ്ടാവുക എന്താണ്? അവന്റെ സ്വന്തം നാട്ടിലേക്ക് പോകാനാണ്, സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനാണ്. സ്വർഗത്തിലേക്കുള്ള ചിന്തയിലായിരിക്കും മുഅ്മിൻ ജീവിക്കേണ്ടത്. ദുനിയാവിന്റെ കാര്യത്തിൽ എല്ലാം അവൻ മുഴുകുക. വലാ യുനാഫിസു അഹ്ല ദാലികൽ ബലദിൽ മുസ്തൗതിനീൻ ഫീഹി ഫീ ഇസ്സിഹിം. ഇത് പറയുന്നത് ഒരാൾ യാത്രക്കാരനാണ്, അപ്പൊ ഒരു നാട്ടിൽ പോയി, ആ നാട്ടുകൂടെ അവൻ പോകുമ്പോ അവന്റെ കൽബിൽ എന്താ ഉണ്ടാവുക? അവന്റെ സ്വന്തം നാട്ടിലെത്തണം എന്നാ. എന്നിട്ട് പറയാണ്, ആ നാട്ടുകാരെന്തിനാണോ മത്സരിക്കുന്നത് അതിൽ പോയിട്ട് ഇപ്പൊ മത്സരിക്കാൻ നിൽക്കുവോ? ഇല്ല, അവൻ അതിന്റെ പിന്നാലെ പോകില്ല. അവർക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആ നാട്ടുകാർ ഇവനെ ആക്ഷേപിക്കുന്നതിന്റെ പേരിലോ കളിയാക്കുന്നതിന്റെ പേരിലോ ഇവനെന്തെങ്കിലും വിഷമം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു നാട്ടിൽ കൂടെ നമ്മൾ പോവാണ്, നമ്മുടെ നാടല്ല. അപ്പൊ ആ നാട്ടിൽ എല്ലാവർക്കും ഒരേ വാഹനം ഉണ്ട് വിചാരിക്കുക. ആ എല്ലാവർക്കും ഒരു വാഹനം ഉണ്ട്, ആ വാഹനം ഇല്ലാത്തവൻ അവിടെ നിന്യനാണ്. അപ്പൊ നമ്മൾ ആ നാട്ടിൽ കൂടെ ഇങ്ങനെ പോണ വഴി കണക്ക് ഈ വണ്ടി ഇല്ലല്ലോ പറഞ്ഞിട്ട് കളിയാക്കി നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നൂല. അതവന് ആവശ്യമില്ലാത്ത കാര്യമാണ്, അതവനെ ബാധിക്കുന്ന വിഷയമല്ല. ഇനി അവർക്ക് അത് ഉണ്ട് എന്നുള്ളത് ഇവൻ എന്തെങ്കിലും വലിയ ഇതായി തോന്നുന്നു. കാരണം അവന്റെ നാട്ടിൽ അതിലും വലിയ വസ്തുക്കൾ ഉണ്ടാവും. അവന്
ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരുത്തൻ അവന്റെ നാട്ടില് വലിയ കാറും വലിയ വസ്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ വേറൊരു നാട്ടിൽ കൂടെ ഇങ്ങനെ പോണ വഴിക്ക് അവന്റെ നാട്ടിൽ ഏറ്റവും വില കുറഞ്ഞതായി കാണുന്ന വാഹനങ്ങളാണ് ഈ നാട്ടിലെ വില കൂടിയ വാഹനം. അപ്പൊ ഇവന് ഈ നാട്ടിൽ കൂടെ പോകുമ്പോ ആ നാട്ടുകാർ പറയാണ് എനിക്ക് ഈ വാഹനം ഇല്ലല്ലോ പറഞ്ഞിട്ട് കളിയാക്കി അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇല്ല. ഇവന് ആ വാഹനം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവുമോ? ഇല്ല. അതിനേക്കാൾ വലുത് അവന്റെ നാട്ടിലുണ്ട്. അതുപോലെയാണ് ദുനിയാവിൽ ഒരു മുഅ്മിന്റെ അവസ്ഥ. സ്വർഗത്തിൽ ഇവിടെയുള്ള ആളുകളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല ഭാര്യ, അതിനേക്കാൾ എല്ലാം ഉത്തമമായത് അവന് സ്വർഗത്തിലുണ്ട്. പിന്നെ ഇവിടെയുള്ള ആളുകൾ അത് ആസ്വദിക്കാണ്ടിട്ട് ഇവനെന്തെങ്കിലും അത്ഭുതം തോന്നണോ? വേണ്ട. ഇനി അതില്ലാത്തതിന്റെ പേരിൽ അവരിവനെ കളിയാക്കി ഇവനെന്തെങ്കിലും വിഷമം തോന്നണോ? അതിന്റെ ആവശ്യമില്ല. അതാണ് മുഅ്മിന്റെ ദുനിയാവിലുള്ള ജീവിതം. എന്നിട്ട് പറയാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ മുഅ്മിനു ഫിദ് ദുനിയ മഹ്മൂമുൻ ഹസീനുൻ ഹമ്മുഹു മറമ്മത്തുൻ ജഹാസ്. ഒരു മുഅ്മിൻ ദുനിയാവിൽ പറഞ്ഞാൽ വളരെയധികം പിന്നെന്താ പറയാ, ദുഃഖിതനാകുന്ന അല്ലെങ്കിൽ ചിന്തയിലാകുന്ന അവസ്ഥയാണ്. അവന്റെ ചിന്ത എന്താണ്? വേഗത കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തണം എന്നുള്ളതാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് എത്തിയാൽ മതി, വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയിൽ മുഴുകുന്ന ഒരുത്തനായിരിക്കും. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ മുഅ്മിനു ഫിദ് ദുനിയ കൽ ഗരീബ് ലാ യജ്ഉ മിൻ ദല്ലഹ മിൻ ദുല്ലിഹ വലാ യുനാഫിസു ഫി ഇസ്സിഹ ലഹു ശഅനുൻ വലിന്നാസ് ശഅനുൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലായിരിക്കും. അവൻ ഈ നാട്ടിലൂടെ പോകുമ്പോ ജനങ്ങൾ വേറെ ഏതോ അവസ്ഥയിലാണ്, ഇവന്റെ അവസ്ഥ വേറെ അവസ്ഥയാണ്. അവൻ ഗരീബായിരിക്കും, അവൻ എപ്പോഴും ആ ഗുർബത്ത് ഉണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് വഫിൽ ഹഖീഖതി ഫൽ മുഅ്മിനു ഫിദ് ദുനിയ ഗരീബുൻ. ഹഖീഖത്തിൽ യഥാർത്ഥ മുഅ്മിൻ ദുനിയാവിൽ ഗരീബാൻ, അപരിചിതനാണ്. ലിഅന്ന അബാഹു ലമ്മാ കാന ഫീ ദാരിൽ ബുഖാ ثم خرج منها فهمه الرجوع الى مسكنه الاول. അവന്റെ ഉപ്പ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. പിന്നെ ചിന്ത എന്തേ ഉള്ളൂ? ആ സ്വർഗത്തിലേക്ക് തിരിച്ചു കയറണം എന്നുള്ളതേ ഉള്ളൂ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം രാജ്യം, പിന്നെ നമ്മുടെ രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യസ്നേഹം, നമ്മുടെ സ്വന്തം നാട് എന്താണ്? സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കണം നമ്മുടെ ചിന്ത. അവൻ ഈ ദുനിയാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വേറെന്തോ അവസ്ഥയിലാണ്. അവര് വേറെന്തിനെ കുറിച്ചാ പറയുന്നത്? ഒരു മുഅ്മിൻ പറയുന്നതോ വേറൊരവസ്ഥയിലുമായിരിക്കും. എന്നിട്ട് പറയുകയാണ്, കുറച്ച് ബൈത്തുകളുണ്ട്, നമ്മൾ വിശദീകരിക്കുന്നില്ല, അതിന്റെ ആശയം അറിയിക്കുന്നതാണ്. വൽ മുഅ്മിനൂന ഫീ ഹാദിൽ ഖിസ്മ അഖ്സാമുൻ. ഒരു മുഅ്മിൻ ഈ അവസ്ഥയിൽ രണ്ട് ഖിസ്മുകളാണ് പറഞ്ഞത്. മുഅ്മിൻ മറ്റുള്ളവരിൽ നിന്ന് ഗരീബാണെന്ന് പറഞ്ഞു. ഗരീബായ മുഅ്മിൻ വീണ്ടും വേറെ ഇനങ്ങളായിട്ടാണ്. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടിട്ടുള്ള മുഅ്മിൻ വീണ്ടും രണ്ടവസ്ഥയിലാണ്. അദ്ദേഹം പറയാണ്, മിൻഹും മൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ ജന്ന. ഈ മുഅ്മിനീങ്ങളുടെ കാര്യം പറയണേ, മറ്റുള്ള ദുനിയാവിന്റെ ആളുകളെ വിട്ടു. മുഅ്മിനീങ്ങളുടെ ആളുകളിൽ ചില ആളുകൾ ഉണ്ടാകും, അവർ എന്താണ്? ഖൽബ് സ്വർഗവുമായിട്ട് തഅല്ലുക്കായവർ. അവരുടെ ലക്ഷ്യം ചിന്ത എപ്പോഴും സ്വർഗമായിരിക്കും. സ്വർഗമാണ് അവർക്ക് ലക്ഷ്യം ഉണ്ടാവും, ആ ചിന്തയിലുള്ളവർ. വമിൻഹും അവരിലുണ്ട് വമൻ ഖൽബുഹു മുഅല്ലഖുൻ ഇൻദ ഖാലിഖിഹി വഹുമുൽ ആരിഫൂൻ. ചില ആളുകളുണ്ട്, അവര് സ്വർഗത്തിനേക്കാൾ അവരുടെ ഖൽബ് തഅല്ലുക്കായിട്ടുണ്ടാവുക അല്ലാഹുമായിട്ടായിരിക്കും. അവരുടെ ഖൽബ് അല്ലാഹുമായിട്ടാണ് തഅല്ലുക്ക് ഉണ്ടാവുക. മുഅ്മിനീങ്ങളുടെ ഇനങ്ങളാണ് പറയുന്നത്. അവരാണ് ആരിഫീങ്ങൾ, അല്ലാഹുവിനെ കുറിച്ച് അറിവുള്ളവർ. വലഅല്ല അമീറുൽ മുഅ്മിനീൻ ഇന്നമാ അശാറ ഇലാ ഹാദിൽ ഖിസ്ം ഫൽആരിഫൂന അബ്ദാനുഹും ഫിദ് ദുനിയ വഖുലൂബുഹും ഇൻദൽ മൗലാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ ശരീരം ദുനിയാവിലുള്ളവരും ഖൽബ് മൗല, അവരുടെ രക്ഷാധികാരിയായിട്ടുള്ള അല്ലാഹുവിന്റെ അടുക്കലുള്ളവരും. എന്നിട്ട് വിശദീകരിക്കുകയാണ് ആ അവസ്ഥ. അതായത് ഗുർബത്ത് ഓരോ ഘട്ടമായിട്ട് പറഞ്ഞതാണ്. ദുനിയാവിന്റെ ആളുകളിൽ മുസ്ലിമീങ്ങളിൽ അഹ്ലുസുന്നക്ക് ഒരു ഗുർബത്തുണ്ട്. അതുപോലെ മുഅ്മിനീങ്ങളിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു ഗുർബത്തുണ്ട്. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ഗുർബത്താണ് ഇനി പറയുന്നത്. ഈമാനുള്ള ആളുകൾക്കിടയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഗുർബത്താണ് ഇനി പറയുന്നത്. വഫീ മറാസിലിൽ ഹസൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിവായത്തിൻ അൻ റബ്ബിഹി, ഒരു മുർസലായ റിവായത്ത് കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അലാമത്തു തുഹ്രി അൻ യകൂന ഖൽബുൽ അബ്ദി ഇൻദി മുഅല്ലഖൻ. ഒരുത്തൻ പരിശുദ്ധി പ്രാപിച്ചു എന്നതിന്റെ അലാമത്താണ് അവന്റെ ഖൽബ് ഞാനുമായി മുഅല്ലഖായിട്ടുണ്ട്, അടുത്ത ബന്ധത്തിലായിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞതായിട്ട്. ഫൈദാ കാന കദാലിക ലം യൻസനി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തിലും അവൻ എന്നെ മറക്കൂല, ഒരു നിമിഷത്തിലും അല്ലാഹുവിനെ അവൻ മറക്കില്ല. വൈൻ കാന കദാലിക്, അങ്ങനെ ഒരു അവസ്ഥയിൽ അവനായാൽ, മനൻതു അലൈഹി ബിൽ ഇസ്തിഗാൽ ബി കൈ ലാ യൻസാനി, അവൻ എന്നെ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ എന്നെ കുറിച്ചുള്ള വിഷയത്തിൽ മുഴുകുന്ന അവസ്ഥ അവനുണ്ടാക്കും. ഫൈദാ ലം യൻസനി ഹറക്തു ഖൽബ,
അവൻ എന്നെ മറക്കുന്നില്ല എന്നുകൊണ്ട് അവന്റെ ഖൽബിനെ ഞാൻ പൂർണ്ണമായി നിയന്ത്രിക്കും. ഫൈദാ തകല്ലമ തകല്ലമ ബി, അവൻ സംസാരിച്ചാൽ എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുക. വൈദാ സകത സകത ബി, അവൻ മിണ്ടാതിരുന്നാൽ എനിക്ക് വേണ്ടിയാണ് മിണ്ടാതിരിക്കുക. ഫദാലിക അല്ലദീ തഅതീഹിൽ മഊനതു മിൻ ഇൻദി, അതുപോലെ എന്നിൽ നിന്നുള്ള സഹായം അവന് ഞാൻ നൽകുകയും ചെയ്യും, അവന് വരികയും ചെയ്യുമെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി ഈ അവസ്ഥയെ വിശദീകരിക്കുകയാണ്. ഈ അവസ്ഥയിലുള്ളവർ അഥവാ അള്ളാഹുമായി ഖൽബ് തഅല്ലുഖായവർ, അവർ ഖുറബാക്കളിൽ ഖുറബാക്കളാണ്. അപരിചിതരായിട്ടുള്ള അഹ്ലുസുന്നത്തിന്റെയും മുഅ്മിനീങ്ങളുടെയും ഇടയിൽ ഖുറബത്തുള്ളവരാണ്. ഖുർബത്തുഹും അഅസ്സുൽ ഖുർബ, അവരുടെ അപരിചിതത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മഹത്തായ ഖുർബത്താണ്. ഫഇന്നൽ ഖുർബത ഇൻദ അഹ്ലി ത്വരീഖതി ഖുർബതാൻ വാഹിറത്തുൻ വബാത്തിന, രണ്ട് രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. വാഹിറായ ഖുർബത്തുണ്ട്, ബാത്തിനായ ഖുർബത്തുണ്ട്. പ്രകടമായ അപരിചിതത്വമുണ്ട്, പ്രകടമല്ലാത്ത അപരിചിതത്വമുണ്ട്. വാഹിറത്തായ ഖുർബത്ത് എന്ന് പറഞ്ഞാൽ ഖുർബത്തു അഹ്ലി സ്വലാഹി ബൈനൽ ഫുസാഖ്, തെമ്മാടികൾക്കിടയിൽ നല്ല ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഖുർബത്ത്. കുറെ ആളുകൾ തെമ്മാടികളാണ്, അതിന്റെ അകത്ത് നല്ല ആളുകൾക്ക് ഒരു ഖുർബത്ത് ഉണ്ടാവൂലേ, അത്. നിഫാഖിന്റെയും റിയാഇന്റെയും ആളുകൾക്കിടയിൽ സിദ്ഖുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഖുർബത്ത്. ജഹിലിന്റെ ആളുകൾക്ക് മോശപ്പെട്ട സ്വഭാവത്തിന്റെയും ആളുകളിൽ പണ്ഡിതന്മാർക്ക് ഉണ്ടാകുന്ന ഖുർബത്ത്. പരലോകത്തിന്റെ അഥവാ ദീനിന്റെ ഉലമാക്കൾ, പരലോകത്തെ കുറിച്ച് ഇൽമുള്ളവരും ദുനിയാവിന്റെ ഇൽമുള്ളവരും തമ്മിൽ ഉണ്ടാകുന്ന ഖുർബത്ത്. ഒരിക്കലും നിലനിൽക്കാത്ത നശിച്ചു പോകുന്ന ദുനിയാവിനോട് ആഗ്രഹമുള്ളവരുടെ ഇടയിൽ ദുനിയാവിനോട് വിരക്തിയുള്ളവർക്കുള്ള ഖുർബത്ത്. അതായത് ഇങ്ങനെ പലതരത്തിൽ പ്രകടമായ ഖുർബത്തുകൾ ഉണ്ടാവും, പ്രകടമായ ഖുർബത്തുകൾ ഉണ്ടാവും. ഇന്ന് രണ്ടാമത്തെ തരം പറയാണ് വമ്മൽ ഖുർബത്തുൽ ബാത്തിന, ഏറ്റവും ഉന്നതമായിട്ടുള്ള ഖുർബത്ത്. ഫഖുർബത്തുൽ ഹിമ്മ, ഉന്നതമായ ചിന്തകൾ കൊണ്ടുണ്ടാവുന്ന ഖുർബത്ത്. വഹിയ ഖുർബത്തുൽ ആരിഫീന ബൈനൽ ഖൽഖി കുല്ലിഹിം, എല്ലാ സൃഷ്ടികളുടെ ഇടയിൽ നിന്നും അവർക്കുണ്ടാകുന്ന പ്രത്യേകമായ ഖുർബത്ത്. ഹത്തൽ ഉലമാ വൽ ഉബ്ബാദ് വസ്സുഹാദ്, പണ്ഡിതന്മാർക്കും ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നവർക്കും ദുനിയാവിനോട് വിരക്തിയുള്ളവർക്ക് പോലും അവരിൽ നിന്ന് വരെ ഖുർബത്തുള്ള ആളുകൾ. ഫഇന്ന ഉലൈക വാഖിഫൂന മഅ ഇൽമിഹിം വഇബാദതിഹിം വസുഹുദിഹിം, ആ പിന്നെ ആദ്യം പറഞ്ഞ ആളുകൾ ദുനിയാവിലെ സുഹാദുകളും ഇബാദത്തിൽ മുഴുകുന്നവരും അവരവരുടെ ഇബാദത്ത് കൊണ്ടും സുഹുദ് കൊണ്ടും നിലനിൽക്കുന്നവരാണ്. വഹാ ഉലായി, എന്നാൽ ബാത്തിനായിട്ടുള്ള ഖുർബത്തുള്ളവർ വാഖിഫൂന മഅ മഅബൂദിഹിം ലാ യുഅർരിജൂന ബിഖുലൂബിഹിം അൻ, അവർ ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലാഹുവിനോടാണ്. അള്ളാഹുവിൽ നിന്ന് അവരുടെ ഖൽബ് തെറ്റിപ്പോവുകയില്ല. അത്രയധികം അള്ളാഹുവിലേക്ക് അടുത്ത ബന്ധമുള്ള ആളുകൾ ഉണ്ടാവും. ഫകാന അബൂ സുലൈമാൻ അദ്ദാറാനി യഖൂലു ഫീ സിഫതിഹിം, ഇങ്ങനെയുള്ള ആളുകളുടെ വിശേഷണം വിശദീകരിക്കുന്നിടത്ത് സലഫുകളിൽപ്പെട്ട പ്രശസ്തനായ പണ്ഡിതൻ അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് പറയാണ്, വഹിമ്മതുഹും ഗൈറു ഹിമ്മത്തിൻ നാസ്, ജനങ്ങളുടെ ഉദ്ദേശവും ചിന്ത പോലെയല്ല അവരുടെ ചിന്ത ഉണ്ടാവുക. വഇറാദതുഹുൽ ആഖിറ ഗൈറു ഇറാദത്തിൻ നാസ്, പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഉദ്ദേശങ്ങൾ ജനങ്ങൾക്കുള്ള ഉദ്ദേശം പോലെയാകില്ല. വദുആഉഹും ഗൈറു ദുആഇൻ നാസ്, ജനങ്ങളുടെ ദുആ പോലെയുമാകില്ല അവരുടെ ദുആകൾ ഉണ്ടാവുക. അത്രയും ഉന്നതമായ സ്ഥാനത്തായിരിക്കും. വസുഇല അൻ അഫ്ളലിൽ അഅമാലി ഫബക, അങ്ങനെ അവരുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കർമ്മത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യത്തലിഅ അലാ ഖൽബിക ഫലാ യറാക തുരീദു മിനദ് ദുനിയ വൽ ആഖിറ ഗൈറുഹു, അവരുടെ ഖൽബിലേക്ക് നോക്കിയാൽ മനസ്സിലാകും ദുനിയാവിലും പരലോകത്തെയും എല്ലാ വസ്തുക്കളെയും വെച്ചിട്ട് അതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് അതൊന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അള്ളാഹു മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം, അള്ളാഹു മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം. വഖാല യഹ്യ ഇബ്നു മുആദ് പറഞ്ഞു, അസ്സാഹിദു ഗരീബുദ് ദുനിയ വൽ ആരിഫു ഗരീബുൽ ആഖിറ, സാഹിദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഖുർബത്തുള്ളവനാണ്. ദുനിയാവിനോട് വിരക്തി, നമ്മൾ ഒരാൾ ദുനിയാവിനോട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോടൊക്കെ വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ദുനിയാവിലൊരു ഗരീബാണ്. എന്നാൽ ആരിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞവൻ പറഞ്ഞാൽ ഗരീബുൽ ആഖിറ, പരലോകത്ത് ഗരീബായിരിക്കും, പരലോകത്ത് വരെ അവൻ ഖുർബത്തുള്ളവനായിരിക്കും. യുഷീറു ഇലാ അന്ന സുഹദ ഗരീബുൻ ബൈന അഹ്ലി ദുനിയ, സുഹദ് ദുനിയാവിലെ ആളുകൾക്കിടയിൽ ഗരീബായിട്ടുള്ളതാണ്. വൽ ആരിഫ്, എന്നാൽ അല്ലാഹുവിനെ അറിഞ്ഞവൻ ഗരീബു ബൈന അഹ്ലിൽ ആഖിറതി ലാ യഅരിഫുൽ ഉബ്ബാദ് വലാ സുഹാദ്, ഒരു ആബിദിനോ ഒരു സാഹിദിനോ മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ പരലോകത്ത് ഖുർബത്തുള്ളവനായിരിക്കും. വഇന്നമാ യഅരിഫുഹു മൻ ഹുവ മിസ്ലുഹു വഹിമ്മതുഹു കഹിമ്മതിഹി,
അവന്റെ അതേ ദറജയിലുള്ള ഒരാൾക്കല്ലാതെ അവനെ മനസ്സിലാക്കാൻ സാധിക്കൂല. അവന്റെ അതേ സ്ഥാനത്തുള്ള ഒരാൾക്കല്ലാതെ അവനെ മനസ്സിലാക്കാൻ വേറൊരാൾക്കും സാധിക്കുകയില്ല. എന്നിട്ട് പറയാണ് റുബ്ബമാ ഇജ്തമഅത് ലിൽ ആരിഫി ഹാദിഹിൽ ഖുർബാതി കുല്ലിഹാ ഔ കസീറുൻ മിൻഹാ ഔ ബഅദിഹാ ഫലാ യുസ്അലു അൻ ഖുർബതിഹി. ഒരു ആരിഫിന്റെ അടുക്കൽ ഈ ഖുർബത്തുകൾ, ഈ പറഞ്ഞ ഖുർബത്തുകൾ മുഴുവനായിട്ടോ ചില ഭാഗങ്ങളായിട്ടോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ അപ്പുറമായിരിക്കും. ഖാല യഹ്യ ഇബ്നു മുആദ് പറയാണ് അൽ ആബിദു മശ്ഹൂറുൻ വൽ ആരിഫു മസ്തൂറുൻ. ആബിദ് എന്നുള്ളത് ആളുകൾക്ക് അറിയുന്ന ആളായിരിക്കും. ആരിഫ് എന്നാൽ അള്ളാഹുവിനെ ഖൽബിൽ തഅല്ലുഖായിട്ടുള്ളവൻ, അവൻ മസ്തൂറായിരിക്കും, അവൻ രഹസ്യമായിട്ടുള്ളവനായിരിക്കും. വറുബ്ബമാ ഖുഫിയ ഹാലുൽ ആരിഫ് അലാ നഫ്സിഹി ലിഖഫാഇ ഹാലതിഹി വഇസാഅത്തി ظن ബിനഫ്സിഹി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിഫായിട്ടുള്ള ഒരുത്തൻ അവനെന്നെ മനസ്സിലാവൂല അവൻ ആരിഫാണ് എന്നുള്ളത്. കാരണം അവൻ സ്വന്തത്തെ ഏറ്റവും മോശമായിട്ട് കാണുണ്ടാവുക. അവന്റെ ചെറിയൊരു തിന്മ പോലും വലിയ പാപമായിട്ട് അവൻ കാണുന്നുണ്ടാവുക. അതുകൊണ്ട് അവന് മനസ്സിലായിട്ടുണ്ടാവില്ല അവന്റെ സ്ഥാനം. അത്രത്തോളം ഗോപ്യമായിരിക്കും ആരിഫിന്റെ അവസ്ഥ എന്ന് പറയുകയാണ്. ഏറ്റവും വലിയ ഖുർബത്തുള്ള ആളുകളായിരിക്കും അവർ. എന്നിട്ട് പിന്നെ ഇബ്നു റജബ് അൽ ഹംബലി അതിന് തെളിവായിട്ട് ചില ഹദീസുകൾ, വഫി ഹദീസ് സഅദ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസ് കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദൽ ഖഫിയ അത്തഖിയ, ചില റിവായത്തിൽ ഗനിയ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു തഖ്വയുള്ള ഗോപ്യരായിട്ടുള്ള അടിമയെ. അതുപോലെ ഇന്നല്ലാഹ യുഹിബ്ബു മിൻ ഇബാദിഹിൽ അഖ്ഫിയ അത്തഖിയ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു ഗോപ്യമായിട്ടുള്ള അടിമകളെ ഇഷ്ടപ്പെടുന്നു. അല്ലദീന ഇദാ ഹബറു ലം യുറഫു, അവരൊരു സദസ്സിലുണ്ടെങ്കിൽ അവരാരും അറിയുന്നില്ല, അവരറിയപ്പെട്ട ആളുകളൊന്നാവൂല. വൈദാ ഗാബു ലം യുഫ്തഖദു, അവരില്ലാതായി, അവരൊരു സദസ്സിൽ വന്നില്ല, അതുകൊണ്ട് അവർക്കൊരു കുറവായിട്ട് അവരില്ലാന്ന് തോന്നൂല. അതായത് നമുക്ക് അറിയുന്ന ഒരാളില്ല, ഒരു സദസ്സിൽ നമ്മൾ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അതിൽ അറിയപ്പെടുന്ന ഒരാൾ ഉണ്ടായാൽ നമ്മൾ കാണും, ഇല്ലാതായാൽ നമ്മൾ തിരയും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ ഇല്ലാതായ ആരും ശ്രദ്ധിക്കൂടിയില്ല. ഉലൈക അയിമ്മത്തുൽ ഹുദാ വമസാബിഹുൽ ഇൽം, അവരാണ് നേർമാർഗ്ഗത്തിന്റെ അയിമ്മത്തുകൾ, അവരാണ് ഇൽമിന്റെ വിളക്കുകൾ എന്ന് പറയുകയാണ്. വൻ അലി ഇബ്നു അബീ ത്വാലിബ് തൂബാ ലികുല്ലി അബ്ദിൻ ലം യഅരിഫിൻ നാസ് വലം തഅരിഫുൻ നാസ്, എല്ലാ അടിമക്കും മംഗളം. എന്താണ് അടിമയുടെ പ്രത്യേകത? അവന് ജനങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ജനങ്ങളെ വല്ല അറിയൊന്നുമില്ല, ജനങ്ങൾക്ക് അവനെയും വല്ലാതെ അറിയൊന്നുമില്ല. അവന്റെ അവസ്ഥ എന്താന്നുള്ളത്. വറഫഉല്ലാഹു മിൻഹു ബിറുദ്വാനി, പക്ഷെ അവനെ അല്ലാഹുവിനറിയാം. ഉലൈക മസാബിഹുൽ ഹുദാ വതുജ്ലാ അൻഹും കുല്ലു ഫിത്നത്തിൻ മുദ്ലിമ, അതാണ് ഹുദയുടെ നേർമാർഗ്ഗത്തിന്റെ വിളക്കുകൾ, എല്ലാ ഫിത്നയിൽ നിന്നും സുരക്ഷിതരായിരുന്ന ആളുകൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂനു ജുദുദൽ ഖുലൂബ്, നിങ്ങൾ ഈമാനിനെ പുതുക്കുന്ന ആളുകളാവുക. ഖുൽഖാൻ സിയാബ്, അതായത് ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകളാവുക, അതായത് മോശം വസ്ത്രങ്ങൾ എന്നാണ് അർത്ഥം, അതിന്റെ ഉദ്ദേശം ദുനിയാവിനോട് വിരക്തിയുള്ളവരാവുക. വമസാബിഹ ളലാം, ഇരുട്ടുകളിൽ പ്രകാശമുള്ളവരാവുക. തഖ്ഫൂന അലാ അഹ്ലിൽ അർദ് വതഅറഫൂന തഖ്ഫൂന അലാ അഹ്ലിൽ അർദ് വതുഅറഫൂന ഫി അഹ്ലിസ് സമാ, ദുനിയാവിലെ ആളുകളിൽ നിന്ന് ഗോപ്യനാവുക, ആകാശത്ത് അറിയപ്പെടുന്നവനാവുക, ആകാശ ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അറിയപ്പെടുന്നവനാവുക. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഇത് അവസാനിപ്പിക്കുകയാണ്. فهؤلاء أخص أهل الغربة وهم الفرارون بدينهم من الفتن, ഇവരാണ് ഏറ്റവും വലിയ ഖുർബത്തിന്റെ ആളുകൾ. അവരുടെ ദീന് കൊണ്ട് ഫിത്നയുടെ കാലത്ത് ഓടി രക്ഷപ്പെടുന്നവർ. അവരോടൊപ്പമാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഈസാ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കും. فكيف يكون حالهم بين أهل الدنيا وتخفى حالهم غالبا على الفرقتين, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അവരുടെ ഖൽബ് മുഴുവൻ അല്ലാഹുമായിട്ട് തഅല്ലുഖായിരിക്കും. അലി റളിയല്ലാഹു അൻഹു ഒരു ബൈത്ത് കൊടുക്കുന്നുണ്ട്, ജിസ്മി മഈ ഗൈറ അന്ന റൂഹ ഇൻദകും ഫൽജിസ്മു ഫീ ഗുർബതി വറൂഹ ഫീ വത്നിൻ, എന്റെ ശരീരം നിങ്ങളുടെ ഒപ്പാണ്, പക്ഷെ എന്റെ റൂഹോ അതിന്റെ യഥാർത്ഥ സ്ഥാനമായ അള്ളാഹുവിന്റെ അടുക്കലാണ്. സലഫുകളിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, റബീഅ അൽ അദവിയ എന്ന് പറഞ്ഞിട്ട്, വളരെയധികം സുഹുദ് ഉണ്ടായിരുന്ന സ്ത്രീയാണ്. അവർ പറഞ്ഞൊരു ബൈത്ത് കൊടുക്കുന്നുണ്ട്, വലഖദ് ജഅൽതുക ഫിൽ ഫുആദി മുഹദ്ദിസി വഅബഹ്തു ജിസ്മി മൻ അറാദ ജുലൂസി ഫൽജിസ്മു മിന്നി ലിൽ ഹബീബി മുആനിസുൻ വഹബീബു ഖൽബി ഫിൽ ഫുആദി അനീസി, എന്റെ ശരീരം ഇതാ എന്റെ ഒപ്പമുള്ള ആളുകളോടൊപ്പമാണ്, എന്റെ ശരീരം എന്റെ ഒപ്പമുള്ള ആളുകളോടൊപ്പമാണ്, പക്ഷെ എന്റെ ഖൽബ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഹബീബായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഉൻസിലാണ്, അടുത്ത ബന്ധത്തിലാണ്, ശരീരം മാത്രമാണ് നിങ്ങളോടൊപ്പം ഉള്ളത് എന്ന് പറയുന്നത്. വക്തറുഹും, ഈ ഖുർബത്തുള്ള അധിക ആളുകളും ലാ യഖ്വാ അലാ മുഖാലതത്തിൽ ഖൽഖ് ഫഹുവ യഫിറു ഇലൽ ഖുൽവ ലിയസ്തഅനിസ് ബിഹബീബിഹി വലിഹാദാ കാന അക്തറുഹും യതുയിലുൽ വഹ്ദ, ഈ കൂട്ടത്തിലുള്ള ആളുകൾ സൃഷ്ടികളുമായിട്ട് അവർ വല്ലാതെ ഇടപഴകുന്നുണ്ടാവില്ല. അവർ അള്ളാഹുമായിട്ട് ഒറ്റക്കായിട്ട് എപ്പോഴും ഖൽബ് തഅല്ലുഖായിരിക്കും. സൃഷ്ടികളുമായിട്ട് അവരുടെ ഖൽബിൽ ചിന്തകൾ മുഴുകുന്നുണ്ടാവില്ല. അവരധികവും ഈ ഒറ്റയ്ക്കിരിക്കുന്നതിന് ഇഷ്ടം
രക്ഷപ്പെടുന്നവരായിരിക്കും. വഖീല ലിബഅദിഹിം, അവരിൽ ചിലരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, അലാ തസ്തൗഹിഷു, നിങ്ങൾ ഒറ്റക്കാവുന്നില്ലേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നില്ലേ? ഖാല, അപ്പൊ അവർ മറുപടി പറയും, കൈഫ അസ്തൗഹിഷു വഹുവ യഖൂൽ അന ജലീസും മൻ ദക്കറനി, ഞാൻ എങ്ങനെയാണ് ഒറ്റക്കാവുക? അള്ളാഹ് പറഞ്ഞിട്ടില്ലേ എന്നെ ഓർക്കുന്നവരോടൊപ്പമാണ് ഞാൻ ഉണ്ടാവുക എന്ന്? അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്ന് അവർ ചോദിക്കും. വഖാലൽ ആഖിർ, മറ്റൊരു ചിലർ ചോദിച്ചിട്ടുണ്ട്, വഹൽ യസ്തൗഹിഷു മഅല്ലാഹി അഹദുൻ, അള്ളാഹുവിനോടൊപ്പം ആരെങ്കിലും ഒറ്റക്കാവോ? വൻ ബഅദിഹി, മറ്റു ചിലർ, മൻ ഇസ്തഹ്വശ മിൻ വഹദതിഹി ഫദാലിക ലിഖല്ലതി ഉൻസിഹി ബിറബ്ബിഹി, ആരെങ്കിലും ഒറ്റക്കായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുമായിട്ട് ഒറ്റക്കുള്ള ബന്ധം അവൻ അറിഞ്ഞിട്ടില്ല. അവൻ വിചാരിക്കണം ഒറ്റക്കാവുമ്പോ ഭയങ്കര ഞാൻ ഒറ്റക്കാണല്ലോ എന്ന് ഒരുത്തൻ തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹുമായിട്ടുള്ള അവന് അടുത്ത ബന്ധം അവൻ അറിഞ്ഞിട്ടില്ല. തന്റെ സഹോദരൻ അധിക സമയം ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഒരിക്കൽ ആക്ഷേപിച്ചു പറഞ്ഞു, ഇൻ കുൻത മിനന്നാസ് ഫലാ ബുദ്ദ ലക മിനന്നാസ്, നീ ജനങ്ങളിൽ പെട്ടവനാണ്, ജനങ്ങളോടൊപ്പം ഉണ്ടാവണം. അപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യഹ്യ ഇബ്നു മുആദ് തിരിച്ചു പറഞ്ഞു, ഇൻ കുൻത മിനന്നാസ് ഫലാ ബുദ്ദ ലക മിനല്ലാഹ്, നീ ജനങ്ങളിൽപ്പെട്ടവനാണെങ്കിൽ നീ അള്ളാഹിനോടൊപ്പം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹുമായിട്ടാണ് നിനക്ക് ബന്ധമുണ്ടാവേണ്ടത്. വഖീല ലഹു, മറ്റൊരിക്കൽ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, ഇദാ ഹജർതൽ ഖൽഖ മഅ മൻ തഈശ്, ഈ സൃഷ്ടികളൊക്കെ വിട്ട് നീ ആരോടൊപ്പം ജീവിക്കുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഅ മൻ ഹജർതുഹും ലഹു, ആർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ അവരെ ഒഴിവാക്കിയത് അവനോടൊപ്പമായിരിക്കും ഞാൻ ജീവിക്കുക എന്ന്. വഊതിബ ഇബ്നു അസ്വാൻ അലാ ഖുൽവതിഹി, ഇബ്നു അസ്വാൻ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി അസ്വബ്തു റാഹത ഖൽബി ഫി മജാലിസതി മൻ ലദൈഹി ഹാജതി, ആരോടാണോ എന്റെ ആവശ്യം പറയാനുള്ളത് അവനുമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അതിലാണ് എനിക്ക് റാഹത്തുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വലി ഖുർബതിഹിം മിനന്നാസ് റുബ്ബമാ നുസ്ബ ബഅദുഹും ഇലൽ ജുനൂനി ലിബഅദി ഹാലിഹി മിൻ അഹ്വാലിന്നാസ് കമാ കാന ഉവൈസ് യുഖാലു ദാലിക, ഇവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് മറ്റുള്ള ജനങ്ങൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് ഭ്രാന്താണ് എന്ന്. ഉവൈസ് പിന്നെ ഉവൈസ് അവർ ആരോ ഉദ്ദേശിച്ച അറിയില്ല, സലഫുകൾപ്പെട്ട ഉവൈസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സലഫുകൾപ്പെട്ട പലരെയും പറ്റി പറഞ്ഞതുപോലെ വകാന അബൂ മുസ്ലിം അൽ ഖൗലാനി, അബൂ മുസ്ലിം അൽ ഖൗലാനി അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട ഒരു വലിയ വളരെയധികം സാഹിദായിരുന്ന ആബിദായിരുന്ന വ്യക്തിയാണ്. കസീറുൽ ലഹ്ജി ബിദ്ദിക്രി ലാ യഫ്തുർ ലിസാനുഹു, അദ്ദേഹത്തിന്റെ നാവ് ദിക്റില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ എപ്പോഴും ദിക്റിനെ കണ്ടിട്ട് ഫഖാല റജുലുൻ ലിജുലസാഹി, അദ്ദേഹത്തിന്റെ ഒപ്പരിക്കുന്ന ആളുകളോട് ഒരാൾ വന്ന് ചോദിച്ചു, അമജ്നൂനു സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോ അബൂ മുസ്ലിം അൽ ഖൗലാനി പറഞ്ഞു, യബ്ന അഖി, സഹോദര, ലാകിൻ ഹാദാ ദവാഉൽ ജുനൂൻ, പക്ഷെ ഇതാണ് ഭ്രാന്തിനുള്ള മരുന്ന്. മറ്റുള്ള ആളുകൾക്കാണ് ഭ്രാന്തായിട്ടുള്ളത്, ഇത് ഭ്രാന്തിനുള്ള മരുന്നാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വഫി ഹദീസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, ഉദ്കുറുല്ലാഹ ഹത്താ യഖൂലു മജ്നൂൻ, അല്ലാഹുവിനെ ഓർക്കുക നിങ്ങൾ ഭ്രാന്തനാണെന്ന് പറയുന്നത് വരെ. ഇത് ദഈഫായിട്ടുള്ള ഹദീസാണ്. വഖാല അൽ ഹസൻ ഫി വസ്ഫിഹിം ഇദാ നദറ ഇലൈഹിം അൽ ജാഹിൽ ഹസിബഹും മർളാ വമാ ബിൽ ഖൗമിൻ മർളാ. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഇങ്ങനെ ഗുർബത്തുള്ള ആളുകളെ മറ്റുള്ള ആളുകൾ കണ്ടാൽ അവർക്ക് എന്തോ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പോകും, പക്ഷെ അവർക്ക് രോഗം ബാധിച്ചിട്ടില്ല. വയഖൂൽ, ചിലർ പറഞ്ഞു പോകും, ഖദ് ഖൂലിതു, അവർ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകും. വഖദ് ഖാലത്തൽ ഖൗം അംറ അദീമിൻ, അവർ വലിയൊരു കാര്യത്തിനായിട്ടാണ് അവർ തെറ്റി മാറിപ്പോയിട്ടുള്ളത്. ഹൈഹാത്ത വല്ലാഹി മശ്ഗൂലുൻ അൻ ദുനിയാക്കും, അവർ നിങ്ങളെ ദുനിയാവിന് ആവശ്യക്കാരല്ലാതെ അള്ളാഹുവിൽ മുഴുകിയിട്ടുള്ള ആളുകളാണെന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്. ഇതേ ആശയത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ആൾക്ക് ഉപദേശം കൊടുത്തു, ഇസ്തഹി മിനല്ലാഹ് കമാ തസ്തഹി മിൻ റജുലൈനി മിൻ സാലിഹി അശീറതി ലാ യുഫാരിഖാൻ, നിന്നെ ഒരിക്കലും വേർപിരിയാത്ത സ്വാലിഹീങ്ങളായ രണ്ടാളുകളോട് നീ എങ്ങനെ ലജ്ജ കാണിക്കുമോ അതുപോലെ നീ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുക, അഥവാ എപ്പോഴും അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധത്തിൽ. വഫി ഹദീസിൻ ആഖർ അഫ്ളലുൽ ഈമാൻ അൻ തഅലമ അന്ന അല്ലാഹ മഅക ഹൈസുമാ കുൻത, ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ അള്ളാഹു എപ്പോഴും നിന്റെ ഒപ്പമുണ്ട് എന്ന് അറിയലാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തസ്കിയത്തുൻ നഫ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, എന്താണ് നഫ്സിന്റെ തസ്കിയത്ത്? അയ്യഅലമ അന്ന അല്ലാഹ മഅഹു ഹൈസു കാന, നീ എവിടെയായാലും അള്ളാഹു ഒപ്പമുണ്ട് എന്ന് അറിയലാണ്. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകൾ ഒക്കെ കൊടുത്തിട്ട് അവസാനം പറയുകയാണ്, സുഇല അനിൽ ഇഹ്സാൻ, അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നീ ഇബാദത്ത് ചെയ്യുക. ഇതാണ്
ഏറ്റവും ഉന്നതമായ ഉഖബത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം ഇതിൽ പലതും നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇത് കുറച്ചുകൂടി കുറച്ചാണ്. ആജുരി റഹിമഹുല്ലക്ക് വസ്ഫുൽ ഖുറബ പറഞ്ഞിട്ട് വേറൊരു കിതാബുണ്ട്. അതുകൂടി വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധം നേടുമ്പോൾ ഏതൊരു മനുഷ്യനും നേടിയെടുക്കാവുന്ന ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് ഈ അവസാനത്തിൽ ചർച്ച ചെയ്തത്. അപ്പോൾ പൊതുവായിട്ടുള്ള ജനങ്ങളിൽ മുഅ്മിനീങ്ങളിൽ പൊതുവായിട്ടുള്ള ജനങ്ങളിൽ മുസ്ലിമീങ്ങൾ ഖുറബാക്കളാണ്. മുസ്ലിമീങ്ങളിൽ അഹ്ലുസുന്ന ഖുറബാക്കളാണ്. അഹ്ലുസുന്നയിൽ ഈമാനിന്റെ ആളുകൾ ഖുറബാക്കളാണ്. ഈമാനിന്റെ ആളുകളിൽ കൽബ് സ്വർഗവുമായി തഅല്ലുക്കായവരുമുണ്ട്, അള്ളാഹുമായി തഅല്ലുക്കായവരുമുണ്ട്. അള്ളാഹുമായിട്ടുള്ള തഅല്ലുക്കായവർ മറ്റുള്ളവരിൽ ഖുറബാക്കളാണ്. അതിൽ ഉന്നതമായ അവസ്ഥ നേടിയവർ, ഇഹ്സാനിലെത്തിയവർ മറ്റുള്ള എല്ലാവരിൽ നിന്നും ഖുറബാക്കളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഇത്രയും നമ്മുടെ മുൻഗാമികൾ പലരും അന്ന് കാലത്തുണ്ടായിരുന്ന ശുഭത്തിന്റെയും ശഹവത്തിന്റെയും ഇടയിൽ ഈ ഖുർബത്ത് അവർ നേടിയെടുത്തിട്ടുണ്ട്. ഇത് അഭിനയിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. ഈമാനും തഖ്വയും കൊണ്ട് ഒരാൾ എത്തിച്ചേരുന്നതാണ്. ഇത് ഈ അവസ്ഥ ഇങ്ങനെ അഭിനയിച്ച് ഞാൻ എന്തെങ്കിലും വേഷം ഇട്ടിട്ട് ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രത്യേക വേഷം ധരിക്കലോ പ്രത്യേക രീതിയിൽ പെരുമാറലോ അല്ല. ഒരാളുടെ ഇബാദത്ത് കൊണ്ടും ഇൽമു കൊണ്ടും അവൻ എത്തിച്ചേരുന്ന ഒരു ദറജയാണ്, ഒരു സ്ഥാനമാണ് ഈ ഖുർബത്ത് എന്നുള്ളത്. മുൻഗാമികളിൽ ഒരുപാട് പേർ അത് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിക്കാനും അല്ലാഹുവിന്റെ മഅരിഫത്ത് യഥാർത്ഥ രൂപത്തിൽ നേടാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.